ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും വിങ്സ് അക്കാദമിയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് SSLC ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മുടെ ഫസ്റ്റ് ടേം എക്സാമിനേഷൻ ആയിക്കോട്ടെ, ഇനി വരാൻ പോകുന്ന SSLC മെയിൻ എക്സാം ആയിക്കോട്ടെ, എല്ലാ എക്സാമിനും ചോദിക്കാൻ സാധ്യതയുള്ള അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താണ്? ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ എന്ന് പറയുന്ന ഒന്നാമത്തെ ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആദ്യം നമുക്ക് പഠിക്കാം. അപ്പൊ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫോർമുലാസ് ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പൊ നോക്കുക, നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലാസ് ആണ് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മള് 9ാം ക്ലാസ്സിലൊക്കെ, അതായത് ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ലോ ആണ് ഓംസ് ലോ എന്ന് പറയുന്ന ലോ, അല്ലെ? അപ്പൊ ആ ഓംസ് ലോയുടെ ബേസിൽ 3 ഇക്വേഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഇക്വേഷൻ ഇലക്ട്രിക് കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. ഇലക്ട്രിക് കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇലക്ട്രിക് കറണ്ട് I is equal to V/R എന്നാണ്. I is equal to V/R. ഇലക്ട്രിക് കറണ്ട് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ I is equal to V/R, വോൾട്ടേജ് ബൈ എന്താ റെസിസ്റ്റൻസ്. ഓക്കെ, നെക്സ്റ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ആണ് R is equal to, റെസിസ്റ്റൻസ് കാണാൻ ഇക്വേഷൻ എന്താ? R is equal to V/I എന്നാണ്. R is equal to V/I എന്നാണ്. മൂന്നാമത്തെ ഇക്വേഷൻ വരുന്നത് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ആണ് V is equal to I into R. അപ്പൊ നമ്മൾ ആദ്യം ഈ ഒരു ചാപ്റ്ററിൽ നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 3 ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാല്, ഒന്നാമത്തെ ഇക്വേഷൻ I is equal to V/R, രണ്ടാമത്തെ ഇക്വേഷൻ R is equal to V/I, മൂന്നാമത്തെ ഇക്വേഷൻ V is equal to I into R. ഈ ഒരു 3 ഇക്വേഷൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. നെക്സ്റ്റ് ഇലക്ട്രിക് കറണ്ട് കണ്ടുപിടിക്കുക, അതായത് ബേസിക് ആയിട്ട് അടിസ്ഥാനപരമായിട്ട് ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹ തീവ്രത കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താ? I is equal to Q/T. I is equal to എന്താ മക്കളെ? Q/T. അതായത് ഇലക്ട്രിക് ചാർജ് ബൈ ടൈം, അതായത് ഇലക്ട്രിക് കറണ്ട് ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ചാർജ് ബൈ ടൈം. നമ്മൾക്കറിയാം ഇലക്ട്രിക് കറണ്ട് എന്ന് വെച്ചാൽ എന്താ? ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് പെർ യൂണിറ്റ് ടൈം ആണ്. അതായത് നിശ്ചിത സമയത്തിൽ ഒഴുകുന്ന ചാർജിന്റെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? കറണ്ട് എന്ന് വിളിക്കുക. അപ്പൊ കറണ്ട് I is equal to എന്താ? Q/T ആണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ചാർജിന്റെ ഒരു ഇക്വേഷൻ കണ്ടെത്താം. ഇലക്ട്രിക് ചാർജ് Q is equal to, അപ്പൊ ഇതിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കുക, അല്ലെ? ഇലക്ട്രിക് ചാർജ് എന്താ? Q is equal to എന്തായിരിക്കും? I into T എന്നായിരിക്കും. ഇലക്ട്രിക് ചാർജ് Q is equal to എന്താണ്? I into T എന്നാണ്. ഓക്കെ, അങ്ങനെ ഇപ്പൊ ടോട്ടൽ എത്ര ഇക്വേഷൻസ് ആയി? 5 ഇക്വേഷൻസ് ആയി. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. പിന്നെ ഈ ഒരു ചാപ്റ്ററിലാണ് നമ്മൾ പ്രധാനപ്പെട്ട ഒരു ലോ പഠിക്കുന്നുണ്ട്. ആ ലോയുടെ പേരെന്തായിരുന്നു? ജൂൾസ് ലോ എന്നാണ്. അതായത് ഒരു ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഹീറ്റ് എനർജി ഉണ്ടാകുന്നു, അതായത് താപോർജ്ജം ഉണ്ടാകുന്നു എന്ന് ആദ്യമായിട്ട് കണ്ടെത്തിയ സയന്റിസ്റ്റ് ആണ് ആര്? നമ്മുടെ ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന് പറയുന്ന ജൂൾ. അപ്പൊ ഈ ജൂൾസ് ലോ നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാകുന്നു? ഹീറ്റ് എനർജി ഉണ്ടാകുന്നു എന്നാണ് ജൂൾ പറയുന്നത്. അപ്പൊ ഹീറ്റ് എനർജി കണ്ടുപിടിക്കാൻ നമ്മൾ 3 ഇക്വേഷൻസ് ആ പഠിക്കുന്നത്. ആ ഹീറ്റ് എനർജി കണ്ടുപിടിക്കാനുള്ള 3 ഇക്വേഷൻസ് ഏതൊക്കെയാന്ന് ചോദിച്ചാല് H is equal to I square RT. H is equal to I square RT. ഇതാണ് ബേസിക് ഇക്വേഷൻ. ജൂൾസിലൂടെ ബേസിക് ഇക്വേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ H is equal to I square RT. രണ്ടാമത്തെ ഇക്വേഷൻ ആണ് H is equal to VIT. H is equal to VIT. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. മൂന്നാമത്തെ ഇക്വേഷൻ ഏതാന്ന് ചോദിച്ചാല് H is equal to V square by R into T. ഇങ്ങനെ 3 ഇക്വേഷൻസ് ആണ് എവിടെ പഠിക്കുന്നത്? ജൂൾസ് ലോയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് ഈ 3 ഇക്വേഷൻസ് ആണ്. H is equal to I square RT, H is equal to VIT, H is equal to V square by R into T. ഈ 3 ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്? സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഇപ്പൊ ഫസ്റ്റ് ടൈം ആയാലും എന്താ ഇനി വരുന്ന SSLC മെയിൻ എക്സാമിനേഷൻ ആയാലും ഈ 3 ഇക്വേഷൻസ് ഉപയോഗിച്ച് ചെയ്യാവുന്ന പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്.
നെക്സ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് എഫക്റ്റീവ് റെസിസ്റ്റൻസിനെ പറ്റിയിട്ടാണ്. സഫല പ്രതിരോധം അല്ലെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയും. അപ്പൊ രണ്ട് രീതിയിലാണ് നമ്മൾ സർക്യൂട്ടുകളെ കണക്ട് ചെയ്യാറ്. ഒന്ന് സീരീസ് ആയിട്ടും മറ്റൊന്ന് പാരലൽ ആയിട്ടാണ്. അപ്പൊ സീരീസ് ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ, അപ്പൊ ഞാൻ ഇക്വേഷൻ അടുത്ത പേജിൽ എഴുതാം. അതായത് സീരീസ് ആയിട്ടാണ് നമ്മൾ റെസിസ്റ്റേഴ്സിനെ കണക്ട് ചെയ്യുന്നതെങ്കിൽ ഒന്നിടവിട്ട് ഒന്നിന് തുടർച്ചയായിട്ട് മറ്റൊന്ന്, അതിന് തുടർച്ചയായിട്ട് മറ്റൊന്ന്, അങ്ങനെ 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 എന്താ മാലയിൽ മുത്ത് കോർക്കുന്ന പോലെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ എന്താ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ ഇക്വേഷൻ ഭയങ്കര സിമ്പിളാ. R is equal to R1 plus R2 plus R3 plus etc. ഇതാണ് എന്ത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ. ഏത് കണക്ഷനാ? സീരീസ് കണക്ഷൻ. സീരീസ് കണക്ഷനിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാ. എന്താണ്? R is equal to R1 plus R2 plus R3 plus etc. നെക്സ്റ്റ് പാരലൽ കണക്ഷൻ ആണെന്ന് വിചാരിച്ചു, അത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് അല്ലെ. പാരലൽ കണക്ഷൻ ആകുമ്പോൾ ആ ഇക്വേഷൻ കുറച്ച് വ്യത്യാസമുണ്ട്. നോക്കുക, നമ്മൾ അതിനെ 1/R എന്നാണ് എഴുതുക. 1/R എന്ന് വെച്ചാൽ എന്താ? റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ്. 1/R is equal to 1/R1 plus 1/R2 plus 1/R3 plus etc. ഇതാണ് എന്തെന്ന് പറയുന്നത് പാരലൽ കണക്ഷനിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് ഇക്വേഷൻ. ഇൻ കേസ് പാരലൽ കണക്ഷനിൽ രണ്ട് റെസിസ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. പാരലൽ കണക്ഷനിൽ രണ്ട് റെസിസ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ നമ്മൾ കണക്ട് ചെയ്തെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. R is equal to എഫക്റ്റീവ് റെസിസ്റ്റൻസ് R is equal to R1 into R2 divided by R1 plus R2. ഇതാണ് ഇക്വേഷൻ. R is equal to R1 into R2 divided by R1 plus R2. ന്യൂമറേറ്ററിലാണ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്. എവിടെയാ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്? ന്യൂമറേറ്ററിലും. അഡീഷൻ വരുന്നത് എവിടെയാണ്? താഴെയാണ് അല്ലെ. R1 into R2 by R1 plus R2. അപ്പൊ ഇങ്ങനെ മൂന്ന് ഇക്വേഷൻസ് പഠിച്ചു. ഇനി എല്ലാ റെസിസ്റ്റേഴ്സിന്റെ വാല്യൂ സെയിം ആണെന്ന് വിചാരിക്കുക. ഇപ്പോ R1, R2, R3 ഇങ്ങനെ മൂന്ന് റെസിസ്റ്റേഴ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് വിചാരിക്കാം. ഈ മൂന്ന് റെസിസ്റ്റേഴ്സിന്റെ വാല്യൂ സെയിം ആണെങ്കിൽ, എല്ലാ റെസിസ്റ്റേഴ്സിന്റെ വാല്യൂ സെയിം ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അതിനൊരു സിമ്പിൾ ആയിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. സീരീസ് കണക്ഷനിൽ എല്ലാ റെസിസ്റ്റേഴ്സിന്റെ വാല്യൂ സെയിം ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇതാണ്. R is equal to NR. ഇത് എന്ത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ആണ്? എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ആണ്. സീരീസ് കണക്ഷനിൽ എല്ലാ റെസിസ്റ്റേഴ്സിന്റെയും വാല്യൂ സെയിം ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഏതാ? R is equal to NR. ഇവിടെ N എന്ന് വെച്ചാൽ നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് ആണ്. N എന്ന് വെച്ചാൽ നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് ആണ്. R എന്ന് വെച്ചാൽ എന്താ? ഒരു റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് ആണ്. ഒരു പ്രതിരോധത്തിന്റെ പ്രതിരോധത്തെയാണ് എന്തെന്ന് പറയാ? സ്മോൾ r എന്ന് വിളിക്കുക. നെക്സ്റ്റ് ഇനി പാരലൽ കണക്ഷനിൽ ഇതേപോലെ തന്നെ പാരലൽ കണക്ഷനിൽ എല്ലാ റെസിസ്റ്റേഴ്സിന്റെ വാല്യൂ സെയിം ആയിട്ട് വന്നു എന്ന് വിചാരിക്കാം. എല്ലാ റെസിസ്റ്റേഴ്സിന്റെ വാല്യൂ സെയിം ആയിട്ട് വന്നു. ഫോർ എക്സാമ്പിൾ എല്ലാ റെസിസ്റ്റേഴ്സും 10 ഓം വീതമാണെന്ന് വിചാരിച്ചു. പാരലൽ കണക്ഷനിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് ഇക്വേഷൻ എന്തായിരിക്കും? R is equal to R by N എന്നായിരിക്കും. എന്താണ്? R is equal to R by N. അങ്ങനെ രണ്ട് സിമ്പിൾ ആയിട്ട് ഇക്വേഷൻസ് കൂടി നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. കോംപ്ലിക്കേറ്റഡ് മാത്രമല്ല, സിമ്പിൾ ഇക്വേഷൻസ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. R is equal to NR, R is equal to R by N. ഇത് എപ്പോ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇത് എപ്പോ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ? എല്ലാ റെസിസ്റ്റേഴ്സിന്റെയും വാല്യൂ സെയിം ആവുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ രണ്ട് ഇക്വേഷൻസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സീരീസ് കണക്ഷനിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. പാരലൽ കണക്ഷൻ ആയാൽ ഈ ഇക്വേഷൻ വേണം ഉപയോഗിക്കാൻ. ഓക്കെ, അപ്പൊ ഇത്രയാണ് സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് ആംപിയറേജ്. നമ്മൾ ആംപിയറേജ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയൂ? വാട്ടേജ് ബൈ വോൾട്ടേജ് ആണ്. അതായത് എന്താ ഒരു ഡിവൈസിന്റെ പവറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? വാട്ടേജ് എന്ന് വിളിക്കുക. അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? വോൾട്ടേജ് എന്ന് വിളിക്കുക. അപ്പൊ ആംപിയറേജ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് I എന്നാണ്. ആംപിയറേജിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക I എന്നാണ്. I is equal to P by V എന്നാണ് എഴുതുക. എന്താണ്? P by V. P by V എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ I is equal to P by V. അതായത് പവർ ബൈ വോൾട്ടേജ് അല്ലെങ്കിൽ I is equal to വാട്ടേജ് ബൈ വോൾട്ടേജ് P by V എന്നാണ് നമ്മൾ എഴുതുക. ഇതിനെ തന്നെ സ്കൂളിൽ ചിലപ്പോൾ ഇങ്ങനെയും പഠിപ്പിച്ചിട്ടുണ്ടാവും. I is equal to
W/V എന്ന് എഴുതാം. ഓക്കെ, ഇത് രണ്ടും സെയിം ആണ്. ആംബിയറേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് I is equal to P/V, I is equal to W/V. ഇത് രണ്ടും സെയിം ആണ്. ഇതില് P എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പവർ ആണ്, ഒരു ഡിവൈസിന്റെ പവർ ആണ്. അപ്പൊ ഒരു ഡിവൈസിന്റെ പവറും വോൾട്ടേജും തമ്മിലുള്ള റേഷ്യോനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ആംബിയറേജ് എന്ന് വിളിക്കുക. ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ വോൾട്ടേജ് ആൻഡ് പവർ. അതായത് പവറിന്റെയും വോൾട്ടേജിന്റെയും റേഷ്യോനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? നമ്മൾ ആംബിയറേജ് എന്ന് വിളിക്കുക. അപ്പൊ ആംബിയറേജ് കാണാൻ ഇക്വേഷൻ ആണ് I is equal to P/V അല്ലെങ്കിൽ I is equal to W/V. രണ്ടും സെയിം ആണ്. ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ ഏറ്റവും അവസാന ഭാഗം നോക്കുകയാണെങ്കിൽ ഈ ഒരു ചാപ്റ്ററിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, കുറച്ച് പ്രോബ്ലം പഠിക്കും, പിന്നെയും തിയറിയിലേക്ക് വരും, പിന്നെയും പ്രോബ്ലം പഠിക്കും, പിന്നെയും തിയറിയിലേക്ക് വരും. അപ്പൊ കുറച്ചുകൂടി ഇക്വേഷൻസ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക് ആണ് ഇലക്ട്രിക് പവർ. എന്താണ് ഇലക്ട്രിക് പവർ? എന്താ ഇലക്ട്രിക് പവർ എന്ന് വെച്ചാൽ ദ എനർജി കൺസ്യൂംഡ് പെർ യൂണിറ്റ് ടൈം. അതായത് നിശ്ചിത സമയത്തിൽ ഉപയോഗിക്കുന്ന ഊർജത്തിന്റെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? പവർ എന്ന് വിളിക്കുക, അല്ലെ? പവർ ഈസിക്കൽ എന്താ? വർക്ക് ഡൺ ബൈ ടൈം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലെ? അപ്പൊ ഇവിടുത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വർക്ക് മുഴുവൻ എന്തായിട്ടാ മാറുന്നത്? നമ്മൾ കൊടുക്കുന്ന എനർജി മുഴുവൻ എന്തായിട്ടാ മാറുന്നത്? ഹീറ്റ് എനർജി ആയിട്ടാ മാറുന്നത്. അപ്പൊ ഇവിടുത്തെ പവർ കാണാനുള്ള ഇക്വേഷൻ എന്താ? പവർ P is equal to H/T ആണ്. പവർ P is equal to H/T. ഒന്നാമത്തെ ഇക്വേഷൻ ആണ് പവർ P is equal to H/T. എന്താ ഒന്നാമത്തെ ഇക്വേഷൻ ഇങ്ങനെ എഴുതാൻ കാരണം എന്ന് വെച്ചാല് നമുക്കറിയാം നമ്മൾ ഇവിടെ എന്താ പവർ P is equal to വർക്ക് ഡൺ ബൈ ടൈം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. വർക്ക് ബൈ ടൈം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. കാരണം നമ്മൾ ഇവിടെ ചെയ്യുന്ന വർക്ക് മുഴുവൻ എന്തായിട്ടാ മാറുന്നത്? ഹീറ്റ് എനർജി ആയിട്ടാ മാറുന്നത്. സോ P is equal to H/T. ഇനി ഞാൻ ഇത് ഇവിടെ തന്നെ എഴുതാൻ കാരണം എന്താന്ന് വെച്ചാല് ജൂൾസിലൂടെ 3 ഇക്വേഷൻസ് പഠിച്ച ഒരാൾക്ക് പവറിന്റെ 3 ഇക്വേഷൻസ് കാണാതെ അറിയാൻ പറ്റും. കാരണം എന്താന്ന് വെച്ചാല് ഇവിടെ നിന്നെല്ലാം നമുക്ക് എന്ത് കളഞ്ഞാൽ മതി? ടൈം അങ്ങോട്ട് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? പവറിന്റെ ഇക്വേഷൻസ് കിട്ടി. ഞാൻ എഴുതാം. പവർ P is equal to ഫസ്റ്റ് ഇക്വേഷൻ, പവർ കാണാനുള്ള ഫസ്റ്റ് അല്ല സെക്കൻഡ് ഇക്വേഷൻ, പവർ P is equal to എന്ന് കിട്ടും I²R. പവർ കാണാനുള്ള രണ്ടാമത്തെ ഇക്വേഷൻ ഏതാന്ന് ചോദിച്ചാല് പവർ P is equal to I²R എന്നാണ്. എന്ത് കളഞ്ഞാൽ മതി? ഈ T അങ്ങോട്ട് കളഞ്ഞാൽ മതി. മൂന്നാമത്തെ ഇക്വേഷൻ നോക്കാം. പവർ P is equal to എന്താ? VI എന്നാണ്. പവർ കാണാനുള്ള മൂന്നാമത്തെ ഇക്വേഷൻ എന്താണ്? പവർ P is equal to VI എന്നാണ്. പവർ കാണാനുള്ള നാലാമത്തെ ഇക്വേഷൻ ആണ് പവർ P is equal to V²/R. V²/R. ഇങ്ങനെ 4 ഇക്വേഷൻസ് ആണ് നമുക്ക് എവിടെ പഠിക്കാനുള്ളത്? 4 ഇക്വേഷൻസ് ആണ് പവറുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. പവർ കാണാൻ 4 ഇക്വേഷൻസ് ആണ്. പവർ P is equal to എന്താ? H/T. പവർ P is equal to I²R. പവർ P is equal to V into I. പവർ P is equal to V²/R. ഇങ്ങനെ 4 ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഇക്വേഷൻ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഇതുമായി റിലേറ്റ് ചെയ്തതല്ലെങ്കിലും പവറുമായി ബന്ധപ്പെട്ടതല്ല, എന്താ പവറുമായി ബന്ധപ്പെട്ടിട്ടല്ലെങ്കിലും ഒരു ഇക്വേഷൻ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ആ ഇക്വേഷൻ ഇതാണ്. റെസിസ്റ്റൻസ് കാണാനുള്ള ഒരു ഇക്വേഷൻ ആണ്. റെസിസ്റ്റൻസ് കാണാൻ നമുക്കറിയാം പവർ P is equal to എന്താ? V²/R അല്ലേ? അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസ് R is equal to V²/P ആയിരിക്കും. റെസിസ്റ്റൻസ് R is equal to എന്തായിരിക്കും? V²/P. ഇങ്ങനെ ഒരുപാട് ഇക്വേഷൻസ് നിറഞ്ഞതാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഒരുപാട് ഇക്വേഷൻസ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ആദ്യം നമ്മൾ ഓംസ് ലോഡ് ഇക്വേഷൻസ് പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ കറണ്ട് കണ്ടുപിടിക്കാനുള്ള ബേസിക് ഇക്വേഷൻ പഠിച്ചു. ചാർജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിച്ചു. ഹീറ്റ് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് പഠിച്ചു. പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് പഠിച്ചു. ആംബിയറേജ് കാണാനുള്ള ഇക്വേഷൻ അറിയാം. റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. അതേപോലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 2 രീതിയിൽ കണ്ടുപിടിക്കാൻ അറിയാം. സീരീസ് കണക്ഷൻ ആണെങ്കിലും പാരലൽ കണക്ഷൻ ആണെങ്കിലും എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് പഠിച്ചു. അങ്ങനെ ഒരുപാട് ഇക്വേഷൻസ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു എന്താ നമ്മളിപ്പോ പഠിച്ച ഇക്വേഷൻസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പോവാണ്. അപ്പൊ നോക്കാം, നമ്മുടെ ആദ്യത്തെ ചോദ്യം മക്കളെ നോക്കിയേ, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇലക്ട്രിക് ബൾബിന് നേരെ ലൈറ്റിംഗ് എഫക്ട് എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ഇലക്ട്രിക് എന്താ ബൾബിന് നേരെ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ലൈറ്റിംഗ് എഫക്ട്. നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിനെ തന്നെ നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ? അതായത് ഹീറ്റിംഗ് എഫക്ട് എന്നും ലൈറ്റിംഗ് എഫക്ട് എന്നും. അപ്പൊ ഇലക്ട്രിക് ബൾബിനെ കുറിച്ചൊക്കെ നമ്മൾ എവിടെയാ പഠിക്കുന്നത്? ലൈറ്റിംഗ് എഫക്റ്റിലാണ്. അതായത് നമ്മൾ ബൾബിലേക്ക് നമ്മൾ കൊടുക്കുന്ന എനർജി എന്താ? ഇലക്ട്രിക്കൽ എനർജിയാണ്. ബൾബ് നമ്മൾക്ക് ഇങ്ങോട്ട് തരുന്നതോ ലൈറ്റ് എനർജിയാണ്. അപ്പൊ ഇവിടെ നടക്കുന്ന എനർജി ചേഞ്ച് എന്താന്ന് ചോദിച്ചാല് ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ടാ മാറാ?
ലൈറ്റ് എനർജി ആയിട്ടല്ലേ മാറുക. അപ്പൊ അവിടുത്തെ എഫക്ട് എന്താണ്? ലൈറ്റിംഗ് എഫക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ നോക്കുക, സേഫ്റ്റി ഫ്യൂസ്. രണ്ടാമത്തെ തന്നിരിക്കുന്നത് പെയർ ആയിട്ട് തന്നിരിക്കുന്നത് സേഫ്റ്റി ഫ്യൂസ് ആണ്, സുരക്ഷാ ഫ്യൂസ് ആണ്. അപ്പൊ ഒരു സുരക്ഷാ ഫ്യൂസിനകത്ത് എന്ത് എഫക്ട് ആയിരിക്കും? ഇപ്പൊ സേഫ്റ്റി ഫ്യൂസ് വർക്ക് ചെയ്യുന്നത് ഏത് എഫക്റ്റിന്റെ ബേസിലാണോ പഠിച്ചിരിക്കുന്നത്? നമ്മള് ഏത് എഫക്റ്റിന്റെ ബേസിലാണോ പഠിച്ചിരിക്കുന്നത്? ഫസ്റ്റ് പാർട്ടിൽ പഠിക്കുന്നതല്ലേ, ലൈറ്റിംഗ് എഫക്റ്റിന്റെ ബേസിലാണ്. അപ്പൊ സേഫ്റ്റി ഫ്യൂസ് സോറി ലൈറ്റിംഗ് എഫക്റ്റ് അല്ല, ഹീറ്റിംഗ് എഫക്റ്റിന്റെ ബേസിലാണ് ആര് വർക്ക് ചെയ്യുന്നത്? അതായത് നമ്മുടെ സേഫ്റ്റി ഫ്യൂസ് വർക്ക് ചെയ്യുന്നത് ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. സേഫ്റ്റി ഫ്യൂസ് വർക്ക് ചെയ്യുന്നത് ഹീറ്റിംഗ് എഫക്റ്റിന്റെ ബേസിലാണ്. അപ്പോൾ സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്ന ഡിവൈസ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഹീറ്റിംഗ് എഫക്റ്റിന്റെ വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഉപകരണമാണ്. അതേപോലെ ഒരുപാട് എഫക്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ടല്ലോ. ഇപ്പൊ സ്റ്റോറേജ് ബാറ്ററി ആണെങ്കിൽ ചാർജ് ചെയ്യുന്ന സമയത്ത് സ്റ്റോറേജ് ബാറ്ററി ആണെങ്കിൽ അതിന്റെ എഫക്റ്റ് ആണ് കെമിക്കൽ എഫക്റ്റ് ആണ് അല്ലെ. അങ്ങനെ ഒരുപാട് എഫക്റ്റുകൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സേഫ്റ്റി ഫ്യൂസ് വർക്ക് ചെയ്യുന്നത് ഹീറ്റിംഗ് എഫക്റ്റ്. അപ്പൊ മക്കളെ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, the work done to move a charge of 2 coulomb between 2 points x and y in a conductor is 2 joule. Calculate the potential difference between x and y. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് നമ്മുടെ കയ്യിൽ 2 കൂളോം ചാർജ് ഉണ്ട്. എത്ര കൂളോം ചാർജ് ആണല്ലേ? 2 കൂളോം ചാർജ് ഉണ്ട്. ഈ 2 കൂളോം ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് നീക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വർക്ക് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? അത് 2 ജൂളാണ്. നമ്മുടെ കയ്യില് 2 കൂളോം ചാർജ് ഉണ്ട്. 2 കൂളോം ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് നീക്കാൻ ചെയ്യുന്ന വർക്ക് 2 ജൂളാണ്. അങ്ങനെയാണെങ്കിൽ ആ 2 പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ 2 പോയിന്റുകൾ മാർക്ക് ചെയ്യാം. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് എക്സ്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് വൈ അല്ലെ. അപ്പൊ എന്റെ കയ്യിൽ 2 കൂളോം ചാർജ് ആണ്. ഇപ്പൊ ഇവിടെ എന്റെ കയ്യില് 2 കൂളോം ചാർജ് ആണ്. അപ്പൊ നമുക്കറിയാം ചാർജിന്റെ സിമ്പൽ എന്താ പഠിച്ചിരിക്കുന്നത്? ക്യൂ എന്നല്ലേ പഠിച്ചിരിക്കുന്നത്. അപ്പൊ ക്യൂ ഇസ് ഈക്വൽ ടു 2 കൂളോം. 2 കൂളോം ചാർജ് ആണ് എന്റെ കയ്യിലുള്ളത്. ഈ 2 കൂളോം ചാർജിന് എനിക്ക് ഇവിടെ നിന്ന് എങ്ങോട്ട് എത്തിക്കണം? എക്സിൽ നിന്ന് വൈയിലേക്ക് എത്തിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വർക്ക് എത്രയാണ്? അതിനുവേണ്ടി ഞാൻ ചെയ്യുന്ന വർക്ക് എത്രയായിരിക്കും? 2 ജൂൾ ആയിരിക്കും. ഞാൻ ചെയ്യുന്ന വർക്ക് 2 ജൂൾ ആയിരിക്കും. അപ്പൊ വർക്കിന്റെ യൂണിറ്റ് എന്താ? വർക്കിന്റെ സിമ്പൽ എന്താ? W അല്ലേ. W is equal to എന്താ? 2 ജൂള്. W എത്രയാണ്? 2 ജൂള് എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ക്യൂവും തന്നിട്ടുണ്ട്, ഡബ്ല്യൂവും തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ എക്സും വൈയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? V is equal to W by Q എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാൻ ഇക്വേഷൻ എന്താ? V is equal to W by Q എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ചാർജ് അല്ലെ, വർക്ക് ബൈ ചാർജ് എന്നാണ് എന്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ ഇവിടെ വർക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലെ, W ഓൾറെഡി തന്നിട്ടുണ്ട്. W എത്രയാണ് നിൽക്കുന്നത്? എത്രയാ? 2 ജൂള് ഡിവൈഡഡ് ബൈ ഓക്കെ. ഇവിടുത്തെ ചാർജ് എത്രയാ? 2 കൂളോം ആണ്. 2/2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുക? 2/2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുക? 1 വോൾട്ട് എന്നായിരിക്കും ആൻസർ കിട്ടുക. അപ്പൊ നോക്കിയേ, അപ്പോ ഈ 2 പോയിന്റുകൾ എക്സും വൈയും എന്ന് പറയുന്ന ഈ 2 പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? 1 വോൾട്ട് ആണ്. 2 പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് ആണ്. അപ്പോ 2 കൂളോം ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് നീക്കാൻ ചെയ്യുന്ന വർക്ക് 2 ജൂൾ ആണെങ്കിൽ ഈ 2 പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചു. ഏത് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിച്ചേ? ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിച്ച V is equal to W by Q. അതായത് എന്താ? വോൾട്ടേജ് is equal to വർക്ക് ബൈ ചാർജ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ 2 ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു, 2 മാർക്ക് സെറ്റ് ആയി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, കുറച്ച് വലിയൊരു ക്വസ്റ്റ്യൻ. The bulb of power 40 watt is designed to operate at 240 volt. അതായത് 40 വാട്ട് പവർ ഉള്ള ഒരു ബൾബ്, 40 വാട്ട് പവർ ഉള്ള ഒരു ബൾബ് 240 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിലാണ് അല്ലെങ്കിൽ വോൾട്ടേജിലാണ് എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ.
നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, അതിൽ എ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. കാൽക്കുലേറ്റ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഫിലമെന്റ് ഇൻ ദ ബൾബ്. അതായത് ബൾബിനകത്ത് എന്തുണ്ടാവും നമുക്കറിയാം, ഫിലമെന്റ് ഉണ്ടാവും അല്ലെ. ആ ഫിലമെന്റിന്റെ റെസിസ്റ്റൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ആ ഫിലമെന്റിന്റെ റെസിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ നോക്കുക, നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, തന്നിരിക്കുന്ന വാല്യൂസ് എടുത്ത് എഴുതാം. ഇതാണ് ആദ്യം ഒരു ക്വസ്റ്റ്യൻ കേട്ടോ നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം തന്നെ ദ ബൾബ് ഓഫ് പവർ 40 വാട്ട് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബൾബിന്റെ പവർ ആണ് തന്നിരിക്കുന്നത്. പവർ P is equal to 40 വാട്ട്. ആദ്യം തന്നെ തന്നിരിക്കുന്ന എടുത്ത് എഴുതാം. ബൾബിന്റെ പവർ ആണ് 40 വാട്ട്. ദെൻ പിന്നെ എന്താ തന്നിരിക്കുന്നത്, വോൾട്ടേജ് അല്ലെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിട്ടുണ്ട്. V is equal to 240, 240 വോൾട്ട്. ഈ രണ്ട് കാര്യങ്ങളാ തന്നിരിക്കുന്നത്. എന്നിട്ട് ആദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ, കാൽക്കുലേറ്റ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഫിലമെന്റ് ഇൻ ദ ബൾബ്. ആ ബൾബിനകത്ത് എന്തായാലും എന്തുണ്ടാവും, ഒരു ഫിലമെന്റ് ഉണ്ടാവും. ആ ഫിലമെന്റിന്റെ റെസിസ്റ്റൻസ്, പ്രതിരോധമാണ് കണ്ടെത്തേണ്ടത്. അപ്പോ റെസിസ്റ്റൻസ് ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ഒരു ഇക്വേഷൻ, പവർ കാണാനുള്ള നാലാമത്തെ ഇക്വേഷൻ നമ്മൾ പഠിച്ചത് എന്താ, പവർ P is equal to V² R എന്നല്ലേ പഠിച്ചേ. പവർ P is equal to എന്താ പഠിച്ചേ, V² R എന്നാണ് പഠിച്ചത്. പവർ കാണാനുള്ള നാലാമത്തെ ഇക്വേഷൻ ആണ് പവർ P is equal to V² R എന്നുള്ളത്. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാല്, എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത് അല്ലെ, R ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാല്, ഈ റെസിസ്റ്റൻസിന് ഇങ്ങോട്ട് കൊണ്ടുവരും, പവറിനെ താഴേക്ക് കൊണ്ടുപോകും. റെസിസ്റ്റൻസിന് ഇങ്ങോട്ടും കൊണ്ടുവരും, പവറിനെ താഴേക്ക് കൊണ്ടുപോകും. അപ്പൊ നോക്കിയേ, പവർ P എന്താ, റെസിസ്റ്റൻസ് R is equal to എന്താവും, V²P. റെസിസ്റ്റൻസ് R is equal to എന്താവും, V²P. അപ്പൊ റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ് മക്കളെ R is equal to V²P എന്നുള്ളത്. ഇനി ഇക്വേഷൻ കിട്ടിയില്ലേ, തന്നിരിക്കുന്ന വാല്യൂസ് എന്ത് ചെയ്യാം, നേരെ ഇക്വേഷനിലേക്ക് കൊടുക്കാം. അപ്പൊ ഇവിടെ വോൾട്ടേജ് ഓൾറെഡി തന്നിട്ടുണ്ട് 240 എന്നാണ്. അപ്പൊ V² എന്ന് വെച്ചാൽ എന്താ, 240 into 240. അപ്പൊ 240ന്റെ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 240 into 240. ഞാൻ അപ്പൊ അങ്ങനെ എഴുതാൻ പോവാണ്, 240 into 240 ഡിവൈഡഡ് ബൈ പവർ ഓൾറെഡി തന്നിട്ടുണ്ട് എത്രയാ, 40, 40. പവറും തന്നിട്ടുണ്ട് എത്രയാ, 40. ഇതാണ് നമ്മുടെ ഫോർമാറ്റ്. അപ്പൊ നോക്കുക, ഇനി നമ്മൾ എന്താ, സിമ്പിൾ മാത്സ് ആണ് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. നോക്കുക, ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നോക്കുക. ഈക്വൽ നമ്പർ ഓഫ് സീറോസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് ചെയ്ത് കളയാം, കട്ട് ചെയ്ത് കളയാം. ഇപ്പൊ ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ നോക്കുക, ഇവിടെ ഒരു 0, മുകളിൽ ഒരു 0 അല്ലെ. അപ്പൊ ഈ 0 എന്ത് ചെയ്യാം, വെട്ടിക്കളയാം. ഓക്കെ, ദെൻ മുകളിൽ 24, താഴെ 4 ആണ്. അപ്പൊ മുകളിൽ 24, താഴെ 4 ആണ്. അപ്പൊ 24 4 തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നോക്കാം. അപ്പൊ 24 4 എത്ര തവണയാ പോവാ, 6 തവണയാണ് അല്ലെ പോവാ. അതായത് 6 into 4 ആണ് എന്തെന്ന് പറയുന്നത്, 24. അപ്പൊ 6 into 4 ആണ് നമുക്കറിയാം 24 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് കളയാം. അതായത് 24 4 എത്ര വശാ പോവാ, 6 തവണയാ പോവാ. 4 4 എത്ര വശാ പോവാ, 1 തവണ. അപ്പൊ ഇക്വേഷൻ എന്തായിട്ട് വരും, ബാക്കി എന്താ വരിക, 240 into 6. 240 into 6. 240 into 6 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1440 ഓം എന്നാണ്. നോക്കി, 1440, അതായത് 1440 ഓം ആണ് എന്തെന്ന് പറയുന്നത്. ഇവിടത്തെ ഫിലമെന്റിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1440 ഓം എന്നാണ്. ഓക്കെ, അപ്പൊ എ ക്വസ്റ്റിന്റെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ നോക്കിയാ, what are the characteristics required for the material chosen for making the filament in the incandescent lamp? അതായത് ഒരു ഇൻകാൻഡസെന്റ് ലാമ്പില് ഫിലമെന്റ് ആയിട്ട്, എല്ലാ മെറ്റൽസും നമ്മൾ ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കും അല്ലെ. നമുക്ക് ഒരുപാട് മെറ്റൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ എഡിസൺ ആണ് എന്ത് കണ്ടുപിടിച്ചത്, ഫിലമെന്റ് കണ്ടുപിടിച്ചത്. അപ്പൊ എഡിസൺ ഇങ്ങനെ ഒരുപാട് എക്സ്പെരിമെന്റുകൾ നടത്തിയിട്ടുണ്ട്, പല മെറ്റൽസ് മാറി ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ഇല്ലാത്തൊരു പെക്യുലാരിറ്റി, എന്തെങ്കിലും ഒരു പ്രത്യേകത ആർക്കുണ്ട്, നമ്മുടെ ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ആ മെറ്റലിനുണ്ട്. ആ മെറ്റലിന്റെ പേര് എന്താന്ന് എല്ലാവർക്കും അറിയാം. എന്താ മെറ്റലിന്റെ പേര്, ടങ്സ്റ്റൺ എന്നാണ്. ഏത് മെറ്റലാണ് ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്, ടങ്സ്റ്റൺ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ആണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നത്, ഫിലമെന്റ് ആയിട്ട് ഇൻകാൻഡസെന്റ് ലാമ്പിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ,
What are the characteristics required for the material chosen for making in the filament of incandescent lamp? Incandescent ലാമ്പിൽ ഫിലമെന്റ് ആയിട്ട് ടങ്സ്റ്റണിനെ ഉപയോഗിക്കാൻ എന്തൊക്കെയാണ് കാരണങ്ങൾ? അതായത് ടങ്സ്റ്റണിന്റെ ഫീച്ചേഴ്സ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടീസ് ആണ് നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 4 പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലെ. ഏതൊക്കെയാണ് 4 പ്രോപ്പർട്ടീസ് എന്ന് നോക്കിയേ. ഹൈ റെസിസ്റ്റിവിറ്റി ആണ്. ടങ്സ്റ്റൺ ഹൈ റെസിസ്റ്റിവിറ്റി ആണ്. അതിന്റെ പ്രതിരോധം ഭയങ്കര കൂടുതലാണ്. ഹൈ റെസിസ്റ്റിവിറ്റി ആണ്. രണ്ടാമത്തെ പോയിന്റ് എന്താ? ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ഉയർന്ന ദ്രവണാങ്കം. ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഒരിക്കലും എന്ത് ചെയ്യില്ല, എന്താ പെട്ടെന്നൊന്നും അങ്ങനെ ഉരുകി പോകില്ല. മൂന്നാമത്തെ നോക്കുക, ഹൈ ഡക്റ്റിലിറ്റി ആണ്. അതായത് വലിച്ചു നീട്ടാനുള്ള കഴിവ് ഭയങ്കര കൂടുതലാണ്. നേർത്ത കമ്പിച്ചുരുളാക്കാനുള്ള കഴിവ് കൂടുതലാണ്. ഹൈ ഡക്റ്റിലിറ്റി. നാലാമത്തെ പോയിന്റ് നോക്കുക, എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റ് ഇൻ ദ വൈറ്റ് ഹോട്ട് കണ്ടീഷൻ. അതായത് ചുട്ടുപഴുത്ത അവസ്ഥയിലും ധവള പ്രകാശം പുറത്തുവിടാനുള്ള കഴിവ്. വൈറ്റ് ലൈറ്റ് പുറത്തുവിടാനുള്ള കഴിവ് ആർക്ക് മാത്രമേ ഉള്ളൂ? ഈ പറഞ്ഞ ടങ്സ്റ്റൺ മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ടൊക്കെയാണ് ടങ്സ്റ്റണിനെ എന്തായിട്ട് ഉപയോഗിക്കുന്നത്? ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ 4 പോയിന്റ്സ് ആണ് പഠിക്കാനുള്ളത്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ചോദിക്കുക. ഹൈ റെസിസ്റ്റിവിറ്റി ആണ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്, ഹൈ ഡക്റ്റിലിറ്റി ആണ്, എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റ് ഇൻ വൈറ്റ് ഹോട്ട് കണ്ടീഷൻ. അതായത് ചുട്ടുപഴുത്ത അവസ്ഥയിലും ധവള പ്രകാശം പുറത്തുവിടാനുള്ള കഴിവ് ആർക്ക് മാത്രമേ ഉള്ളൂ? നമ്മുടെ ടങ്സ്റ്റണിന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് ടങ്സ്റ്റണിന്റെ പ്രത്യേകതകൾ. ഇതുകൊണ്ടാണ് ടങ്സ്റ്റണിനെ ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇപ്പൊ നമ്മൾ ഓൾറെഡി എത്ര ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു? 3 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. 4ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. 4ാമത്തെ ചോദ്യം കുറച്ച് വലിയൊരു ചോദ്യമാണ് കേട്ടോ. നമ്മൾ ലൈറ്റിംഗ് എഫക്റ്റിൽ നമ്മൾ പഠിച്ചൊരു ടോപ്പിക് ആണെന്ന് പറയുന്നത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ടോപ്പിക് ആണ് ഡിസ്ചാർജ് ലാമ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ എന്താ ഈ ഒരു ക്വസ്റ്റ്യനിൽ പഠിക്കാൻ പോകുന്ന എന്തിനെ കുറിച്ചാ? ഡിസ്ചാർജ് ലാമ്പിന്റെ വർക്കിംഗ് ആണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാൽ മക്കൾക്ക് മനസ്സിലാവും. എന്താ? എക്സ്പ്ലെയിൻ ഹൗ ലൈറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഡിസ്ചാർജ് ലാമ്പ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അർത്ഥം എന്താ? ഡിസ്ചാർജ് ലാമ്പിന്റെ വർക്കിംഗ് ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഹൗ ദ ലൈറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഡിസ്ചാർജ് ലാമ്പ്. ഡിസ്ചാർജ് ലാമ്പിൽ എങ്ങനെയാണ് ലൈറ്റ് ഉണ്ടാവുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഡിസ്ചാർജ് ലാമ്പിൽ ലൈറ്റ് ഉണ്ടാവുന്നത് വെറും സിമ്പിൾ ആയിട്ട് 5 സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അതായത് നമുക്കറിയാം ഡിസ്ചാർജ് ലാമ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ട്? ഒരു ഗ്ലാസ് ട്യൂബ് വെച്ചിട്ടാണ്. ആ ഗ്ലാസ് ട്യൂബിനകത്ത് എന്തുണ്ട്? 2 ഇലക്ട്രോഡുകൾ ഉണ്ട്. അപ്പുറത്ത് ഇപ്പുറത്തായിട്ട് എന്തുണ്ട്? ഒരു ഡിസ്ചാർജ് ലാമ്പ് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നോക്കുക, ഡിസ്ചാർജ് ലാമ്പ് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ അതിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് എന്തുണ്ട്? ഇതേപോലെ എന്താ 2 എൻഡുകളിലും 2 ഇലക്ട്രോഡ്സ് ഉണ്ട്. ആ ഇലക്ട്രോഡ്സിലേക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്, കറന്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് അല്ലെ. സെല്ലുമായിട്ട് കണക്ട് ചെയ്തിട്ട് അപ്പൊ ഒരു ഡിസ്ചാർജ് ലാമ്പ് എടുക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് ട്യൂബ് ആണ്. ഗ്ലാസ് ട്യൂബിൽ എന്താ 2 എൻഡുകളിലായിട്ട് നമ്മൾ എന്ത് വെക്കുന്നുണ്ട്? ഇലക്ട്രോഡുകൾ വെക്കുന്നുണ്ട്. ആ ഇലക്ട്രോഡുകൾ എന്തുമായിട്ട് കണക്ട് ചെയ്യുന്നു? സെല്ലുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പ്രോസസ്സുകൾ വെറും 5 സ്റ്റെപ്പിലാണ് നമ്മൾ പഠിച്ചു തീർത്തത്. അതേപോലെ ഈ ഡിസ്ചാർജ് ലാമ്പിന്റെ ഗ്ലാസ് ട്യൂബിനകത്ത് നമ്മൾ പ്രത്യേകം ഗ്യാസുകൾ ഫില്ല് ചെയ്യുന്നുണ്ട് അല്ലെ. ഓരോ കളേഴ്സിനും ആവശ്യമായിട്ടുള്ള ഗ്യാസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഡിസ്ചാർജ് ലാമ്പിനകത്ത് ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പൊ നോക്കാം, ഇതിലെ ഫസ്റ്റ് പോയിന്റ് നോക്കിയ മക്കളെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് അപ്ലൈഡ് ബിറ്റ്വീൻ 2 ഇലക്ട്രോഡ്സ്. ഈ 2 ഇലക്ട്രോഡുകൾക്കിടയിലേക്ക് നമ്മൾ ആദ്യം എന്താ കൊടുക്കുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുകയാണ്. അതായത് ഈ 2 ഇലക്ട്രോഡുകളെയും നമ്മൾ സെല്ല് ഉപയോഗിച്ച് കണക്ട് ചെയ്യാണ്. അപ്പൊ അവരുടെ ഇടയിൽ എന്ത് വരും? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരും. അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുമ്പോൾ അതായത് എന്താ സംഭവിക്കുക? ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യാൻ തുടങ്ങും. ആ ഇലക്ട്രോഡുകൾ എന്തിനെ എമിറ്റ് ചെയ്യാൻ തുടങ്ങും? ഇലക്ട്രോൺസിനെ പുറത്തേക്ക് വിടാൻ തുടങ്ങും അല്ലെ. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ഇതാണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് അപ്ലൈഡ് ബിറ്റ്വീൻ ഇലക്ട്രോഡ്സ്. അപ്പൊ അവിടെ ഇലക്ട്രോൺസ്, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസിനെ ആര് എമിറ്റ് ചെയ്യും? ഈ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. ഈ ഇലക്ട്രോൺസ് എവിടെ ചെന്ന് ഇടിക്കുക ചെയ്യുന്നത്? ഗ്യാസ് മോളിക്യൂൾസിൽ ചെന്ന് ഇടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു അതിനകത്ത് എന്ത് നിറയ്ക്കുന്നുണ്ട്? നമ്മൾ ഗ്യാസ് നിറയ്ക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഗ്യാസ് മോളിക്യൂൾസും അതേപോലെ തന്നെ ഇലക്ട്രോൺസും തമ്മിൽ എന്ത് ചെയ്യും? കൂട്ടിയിടിക്കും. അവർ തമ്മിൽ കൊളൈഡ് ചെയ്യും. അപ്പൊ ഈ ഗ്യാസ് മോളിക്യൂൾസ് എന്ത് ചെയ്യും? ഗ്യാസ് മോളിക്യൂൾസ് ഗെറ്റ് എക്സൈറ്റഡ് ടു ദ ഹയർ എനർജി ലെവൽസ്. ആ ഗ്യാസ് മോളിക്യൂൾസ് ഉയർന്ന ഊർജ്ജ നിലയിലേക്ക് ചാടും. അതായത് ഗ്യാസ് മോളിക്യൂൾസിലുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഹയർ എനർജി ലെവൽസിലേക്ക് ചാടും അല്ലെ. ഇപ്പോ ഏത് ഷെല്ലിലാണോ ഇരിക്കുന്നത് അതിൽ നിന്നുള്ള തൊട്ട് മുകളിലുള്ള ഹയർ എനർജി ലെവൽസിലേക്ക് ഇത് ചാടും. അങ്ങനെ ഇപ്പോ എന്ത് ചെയ്യും? ആ ഗ്യാസ് മോളിക്യൂൾസിന്റെ എന്ത് നഷ്ടപ്പെടും? സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും. അങ്ങനെ
നമ്മുടെ ഒരു ഷെല്ലിൽ നിന്ന് ഇലക്ട്രോൺസ് മറ്റൊരു ഷെല്ലിലേക്ക് ചാടുമ്പോൾ അവിടെ എന്ത് നഷ്ടപ്പെടും? സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ സ്റ്റെബിലിറ്റി തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, നഷ്ടപ്പെട്ട സ്റ്റെബിലിറ്റി തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവരെന്താ ചെയ്യുക? ആ ചാടിപ്പോയ ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്യും? തിരിച്ച് അതേ ഷെല്ലിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പൊ നോക്കുക, എനർജി ഈസ് റിലീസ്ഡ് ഫോർ അറ്റൈനിങ് സ്റ്റെബിലിറ്റി. അതായത് എന്ത് ചെയ്യും? ആ സ്റ്റെബിലിറ്റി തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യും? അതേ ഷെല്ലിലേക്ക് തന്നെ തിരിച്ചു വരും. മോളിക്യൂൾസ് കം ബാക്ക് ടു ദ ഒറിജിനൽ സ്റ്റേറ്റ് ഓഫ് എനർജി. ഏത് ഊർജ്ജ നിലയിലാണോ അവർ ഇരുന്നിരുന്നത് അതേ നിലയിലേക്ക് എന്ത് ചെയ്യും? അവര് തിരിച്ചു വരും. ആ സമയത്ത് എന്ത് ചെയ്യും? എന്ത് പുറത്തേക്ക് വിടും? എനർജി ഈസ് റിലീസ്ഡ് ഫോർ അറ്റൈനിങ് സ്റ്റെബിലിറ്റി. ആ സമയത്താണ് എന്ത് ചെയ്യുക? എനർജി പുറത്തേക്ക് വിടുക. അപ്പോ നോക്കുക, നാലാമത്തെ പോയിന്റ് എന്താണ്? മോളിക്യൂൾ കം ബാക്ക് ടു ദ ഒറിജിനൽ സ്റ്റേറ്റ്. അപ്പൊ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയിട്ടുള്ള മോളിക്യൂൾസ് ഒക്കെ എന്ത് ചെയ്യും? പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു വരും. അങ്ങനെ ഈ റേഡിയേറ്റ് ചെയ്യുന്ന എനർജി, റിലീസ് ചെയ്യപ്പെടുന്ന എനർജി, ദ എനർജി സ്റ്റോർഡ് ഇൻ ദം ഈസ് റേഡിയേറ്റഡ് ആസ് ലൈറ്റ്. അതായത് അങ്ങനെ അവരുടെ കയ്യിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന എനർജി മുഴുവൻ എന്തായിട്ട് പുറത്തേക്ക് വരും? ലൈറ്റ് എനർജി ആയിട്ട് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുമ്പോൾ എന്താ? ഇലക്ട്രോൺസ് എന്തിനെ എമിറ്റ് ചെയ്യും? ഇലക്ട്രോൺസിന് എമിറ്റ് ചെയ്യും. ആ ഇലക്ട്രോൺസും അതേപോലെ തന്നെ ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യുമ്പോൾ അവര് ഗ്യാസ് മോളിക്യൂൾസ് ഹയർ എനർജി ലെവൽസിലേക്ക് പോകും. ആ ഹയർ എനർജി ലെവൽസിൽ എന്ത് കുറവായിരിക്കും? സ്റ്റെബിലിറ്റി ഭയങ്കര കുറവായിരിക്കും. ആ സ്റ്റെബിലിറ്റി കുറവാകുമ്പോൾ അവർ എന്ത് ചെയ്യും? പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു വരും. എന്തിനു വേണ്ടിയിട്ടാണ് തിരിച്ചു വരുന്നത്? സ്റ്റെബിലിറ്റി കൈവരിക്കാൻ വേണ്ടി, ഫോർ അറ്റൈനിങ് സ്റ്റെബിലിറ്റി അല്ലെ? അപ്പോ എനർജി എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. അപ്പൊ പഴയ അവസ്ഥയിലേക്ക് വരുമ്പോ എനർജി റിലീസ് ചെയ്യും. കാരണം ഒരു എനർജി കിട്ടിയപ്പോഴാണ് ചാടിപ്പോയത്. അപ്പൊ തിരിച്ചു വരുമ്പോ എന്ത് ചെയ്യും? ആ എനർജി ഒക്കെ പുറത്തേക്ക് റിലീസ് ചെയ്യും. അങ്ങനെ മോളിക്യൂൾസ് എന്ത് ചെയ്യും? ഗ്യാസ് മോളിക്യൂൾസ് ഒക്കെ പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു വരും. എനർജി സ്റ്റോർഡ് ഇൻ ദം ഈസ് റേഡിയേറ്റഡ് ആസ് ലൈറ്റ്. അവരുടെ കയ്യിൽ സ്റ്റോർ ചെയ്ത് വെച്ച എനർജി മുഴുവൻ എന്തായിട്ട് പുറത്തേക്ക് വരും? ലൈറ്റ് ആയിട്ട്, പ്രകാശമായിട്ട് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഡിസ്ചാർജ് ലാമ്പിന്റെ വർക്ക്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് പല എക്സാമുകൾക്കും ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടൈമിന് പ്രത്യേകിച്ചും എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്? ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ നോക്കുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ദെൻ നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 5ാമത്തെ ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ആണ്. നോക്കി ആ ക്വസ്റ്റ്യൻ നോക്കുക. പവർ ഓഫ് 200 വോൾട്ട് ഇലക്ട്രിക്കൽ ഡിവൈസ് ഈസ് 500 വാട്ട്. അതായത് ഒരു ഡിവൈസിന്റെ വോൾട്ടേജ് തന്നിട്ടുണ്ട് അല്ല, 200 വോൾട്ട് ആണ്. അതേപോലെ തന്നെ ആ ഡിവൈസിന്റെ പവർ തന്നിട്ടുണ്ട് എത്രയാ? 500 വാട്ട് ആണ്. പവർ ഓഫ് എ 200 വോൾട്ട് ഇലക്ട്രിക്കൽ ഡിവൈസ് ഈസ് 500 വാട്ട്. അപ്പൊ ഇവിടെ പവറും വോൾട്ടേജുമാണ് തന്നിരിക്കുന്നത്. എന്നിട്ട് ആദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ ഇലക്ട്രിക് കറന്റ് ത്രൂ ദ ഡിവൈസ്. ഈ ഡിവൈസിലൂടെയുള്ള കറണ്ട് ആണ് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ കറണ്ട് എന്ന് വെച്ചാൽ നമുക്കറിയാം, പവറും വോൾട്ടേജും തന്നിട്ട് കറണ്ട് ചോദിക്കുകയാണെങ്കിൽ ഇവിടുത്തെ കറണ്ട് എന്ന് വെച്ചാൽ എന്താ? ആംപിയറേജ് ആണ് ശരിക്കും. അപ്പൊ ഇവിടെ എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ആംപിയറേജ് ആണ് കണ്ടെത്തേണ്ടത്. അപ്പൊ നോക്കാം, നമുക്ക് ആദ്യം തന്നെ തന്നിരിക്കുന്ന വാല്യൂസ് എടുത്ത് എഴുതാം. നോക്കി, ഇവിടെ പവർ തന്നിട്ടുണ്ട് അല്ലെ. പവർ P is equal to 500 വാട്ട് എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ വോൾട്ടേജ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിട്ടുണ്ട്. എത്രയാ? V is equal to 200 വോൾട്ട് എന്നാണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇത് രണ്ടുമാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. എന്നിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നതോ കാൽക്കുലേറ്റ് ദ ഇലക്ട്രിക് കറന്റ് ത്രൂ ദ ഡിവൈസ്. കറന്റ് ആണ്, I ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇവിടുത്തെ കറന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആംപിയറേജ് ആണ്. അപ്പൊ ആംപിയറേജ് കാണാൻ ഇക്വേഷൻ നമുക്കറിയാം, I is equal to എന്താ? I is equal to P by V എന്നാണ്. വാട്ടേജ് ബൈ വോൾട്ടേജ്, അതായത് പവർ ഡിവൈഡഡ് ബൈ വോൾട്ടേജ്. വാട്ടേജ് ബൈ വോൾട്ടേജ്, I is equal to P by V. ഇവിടെ P എത്രയാണ് തന്നിരിക്കുന്നത്? P തന്നിരിക്കുന്നത് 500 ആണ് അല്ലെ. 500 ഡിവൈഡഡ് ബൈ V എത്രയാണ് തന്നിരിക്കുന്നത്? 200, 200. അപ്പൊ 500 ഡിവൈഡഡ് ബൈ 200, 500 ഡിവൈഡഡ് ബൈ 200. അപ്പൊ എന്ത് ചെയ്യാം? മുകളിൽ 2 സീറോസ് ഉണ്ട്, താഴെ 2 സീറോസ് ഉണ്ട്. കട്ട് ചെയ്ത് കളയാം. 5/2, 5/2 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2.5 ആയിരിക്കും. 2.5 ആംപിയർ. അപ്പൊ ഇവിടുത്തെ കറന്റ് യൂണിറ്റ് മറക്കരുത്. എന്താ? കറന്റിന്റെ യൂണിറ്റ് എന്താ? ആംപിയർ ആണ്. അപ്പോ I is equal to എന്താ? 2.5 ആംപിയർ. അതായത് എന്താ? ഇവിടുത്തെ I കിട്ടിയിരിക്കുന്നത് 2.5 ആംപിയർ എന്നാണ്. അടുത്ത് നോക്കുക, C ക്വസ്റ്റ്യൻ നോക്കി. ഫൈൻഡ് ദ, C ക്വസ്റ്റ്യൻ അല്ല, B ക്വസ്റ്റ്യൻ.
വാട്ട് വിൽ ബി ദ ആംബിയറേജ് ഓഫ് എ ഫ്യൂസ് വയർ സ്യൂട്ടബിൾ ഫോർ ദിസ് ഡിവൈസ്. അപ്പൊ ഈ ഒരു ഡിവൈസ് 500 വാട്ട് പവർ ഉള്ള ഈ ഒരു ഡിവൈസ് അല്ലെ, 200 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസും 500 വാട്ട് പവറും ഉള്ള ഈ ഒരു ഡിവൈസ്, ആ ഡിവൈസുമായി കണക്ട് ചെയ്യാൻ പറ്റിയ ഫ്യൂസ് വയറിന്റെ ആംബിയറേജ് എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഓൾറെഡി നമ്മളിപ്പോ ആംബിയറേജ് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ, 2.5 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ട ഫ്യൂസ് വയർ ഇതിനേക്കാളും ആംബിയറേജ് തൊട്ട് കൂടുതലുള്ള ആംബിയറേജ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ മാർക്കറ്റിൽ നമുക്ക് പല ആംബിയറേജിലുള്ള ഫ്യൂസ് വയർ ലഭ്യമാണ്. ഇപ്പൊ 2 ആംബിയറുള്ള ഫ്യൂസ് വയർ ഉണ്ടാവും, 2.5 ഉണ്ടാവും, അതേപോലെ 3 ആംബിയർ ഉണ്ടാവും, 3.5 ഉണ്ടാവും. അങ്ങനെ പല ആംബിയറേജിലുള്ള ഫ്യൂസ് വെയർ നമുക്ക് മാർക്കറ്റിൽ കിട്ടും. അപ്പോ നമ്മുടെ ഫ്യൂസ് വെയർ എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കണം? അതായത് ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളതായിരിക്കണം, അതേപോലെ തന്നെ പെട്ടെന്ന് ഉരുകുന്നതായിരിക്കണം. ഫ്യൂസ് വെയർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉരുകി പോവാൻ വേണം. അപ്പോ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഫ്യൂസ് വെയർ 2.5 ആംബിയർ തന്നെയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? പെട്ടെന്ന് ഉരുകും ഇല്ല. അപ്പൊ നമ്മൾ ഇവിടെ 2.5 ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോ കിട്ടിയത്. അപ്പൊ 2.5നേക്കാൾ തൊട്ട് മുകളിലുള്ള ഫ്യൂസ് വെയർ വേണം അത് ഉപയോഗിക്കാനായിട്ട്. അപ്പൊ ഇവിടെ യൂസ് ചെയ്യേണ്ട ഫ്യൂസ് വെയർ എത്ര ആംബിയറേജ് ആണെന്ന് വിചാരിച്ചാല് 3 ആംബിയറേജ് ഉള്ള ഫ്യൂസ് വെയർ വേണം എവിടെ ഉപയോഗിക്കാനായിട്ട്? ഈ ഒരു ഡിവൈസിൽ ഉപയോഗിക്കാനായിട്ട്. അപ്പൊ ഏതൊരു ഡിവൈസ് എടുത്താലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന ആംബിയറേജ് എത്രയാണോ അതിനേക്കാൾ തൊട്ട് മുകളിലുള്ള ആംബിയറേജിലുള്ള ഫ്യൂസ് വെയർ വേണം എന്ത് ചെയ്യാൻ? ആ ഡിവൈസിൽ ഉപയോഗിക്കാനായിട്ട്. അപ്പൊ ഇവിടെ നമുക്ക് 2.5 ആണ് കിട്ടിയത്. അപ്പൊ എത്ര ആംബിയർ ഉള്ള ഫ്യൂസ് വെയർ ഉപയോഗിക്കേണ്ടത്? 3 ആംബിയർ ഉള്ള ഫ്യൂസ് വെയർ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, ഫൈൻഡ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഡിവൈസ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത് എന്താണ്? റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ്. ഫൈൻഡ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഡിവൈസ്. റെസിസ്റ്റൻസ് അല്ലെ, R ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? R is equal to, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, R is equal to എന്താ? V/I എന്നാ പഠിച്ചേക്കുന്നത് അല്ലെ. R is equal to V/I എന്നാണ്. ഇവിടെ നോക്കുക, V എത്രയാ തന്നിരിക്കുന്നത്? V തന്നിരിക്കുന്നത് 200 ഡിവൈഡഡ് ബൈ I എത്രയാണ് തന്നിരിക്കുന്നത്? I എത്രയാണ്? 2.5 എന്നാണ്. I തന്നിരിക്കുന്നത് 2.5 അല്ലെ, 2.5 എന്നാണ്. അപ്പൊ താഴെ ഒരു ഡെസിമൽ ആണുള്ളത് അല്ലെ. അപ്പൊ 200 ഡിവൈഡഡ് ബൈ 2.5. അപ്പൊ ഈ ഒരു ഡെസിമൽ കളയാൻ വേണ്ടി നമുക്ക് എത്ര കൊണ്ട് ഇൻഡ്യൂസ് ചെയ്യാം? ഇപ്പൊ ഒരു ഡെസിമൽ ആണെന്നുണ്ടെങ്കിൽ ഒരു ഡെസിമൽ കളയാൻ നമ്മൾ എത്ര കൊണ്ട് ഇൻഡ്യൂസ് ചെയ്യാം? 10 കൊണ്ടാണ് അല്ലെ. അപ്പൊ താഴെ മാത്രം ചെയ്താൽ പോരാ, മുകളിലും ചെയ്യണം. അപ്പൊ മുകളിലും താഴെ നമുക്ക് എത്ര കൊണ്ട് ഇൻഡ്യൂസ് ചെയ്യാം? 10 വീതം ഇൻഡ്യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 200 അല്ല, 2000 ഡിവൈഡഡ് ബൈ 25. 2000 ഡിവൈഡഡ് ബൈ 25 എന്ന് കിട്ടും അല്ലെ. 2000 ഡിവൈഡഡ് ബൈ 25. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും അറിയൂ? 800 ഓം എന്നായിരിക്കും. അപ്പൊ ഇവിടുത്തെ റെസിസ്റ്റൻസ് നോക്കിയേ 800 ഓം എന്നാണ്. അപ്പൊ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമുക്കറിയാം, R is equal to V/I ഓംസ് ലോ പ്രകാരം. അപ്പൊ 200 ഡിവൈഡഡ് ബൈ 2.5. താഴെ ഒരു ഡെസിമൽ വന്നു, ഒരു ഡെസിമൽ കളയാൻ നമ്മൾ 10 കൊണ്ടാണ് ഇൻഡ്യൂസ് ചെയ്യുക. അപ്പൊ മുകളിലും താഴെയും 10 വീതം ഇൻഡ്യൂസ് ചെയ്തു. അപ്പൊ മുകളിൽ 2000 എന്നായി, താഴെ എത്രയാ? 25. അപ്പൊ 2000/25 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 800 എന്നാണ്, 800 ഓം എന്നാണ്. അപ്പൊ റെസിസ്റ്റൻസും കണ്ടുപിടിച്ച് എത്രയാ? 800 ഓം എന്നാണ്. അപ്പൊ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം അല്ലേ. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ലേറ്റസ്റ്റ് ആക്സസിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ വീണ്ടും ഒരു പ്രോബ്ലം ആണ്, വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഒന്ന് ഞാൻ വായിക്കാം. യൂഷ്വലി വി കണക്ട് റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ. അതായത് സാധാരണഗതിയിൽ റെസിസ്റ്റേഴ്സിന് നമ്മൾ എങ്ങനെയൊക്കെ കണക്ട് ചെയ്യാറുണ്ട്? സീരീസ് ആയിട്ടും കണക്ട് ചെയ്യാറുണ്ട്, പാരലൽ ആയിട്ടും കണക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ വിച്ച് ടൈപ്പ് ഓഫ് കണക്ഷൻ does the resultant resistance of the circuit decreases? അതായത് ഇവിടുത്തെ റിസൾട്ടന്റ് റെസിസ്റ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എഫക്റ്റീവ് റെസിസ്റ്റൻസിനെയാണ്. അപ്പൊ ഏത് സർക്യൂട്ടിലാണ്, ഇപ്പൊ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴാണോ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴാണോ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറയുന്നത്? അതായത് എന്താ റിസൾട്ടന്റ് റെസിസ്റ്റൻസ് കുറയുന്നത് എപ്പോഴാണെന്നാണ് ചോദിക്കുന്നത് അല്ലെ. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് കണക്ഷൻ ഇഫ് ദ റിസൾട്ടന്റ് റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് ഡിക്രീസസ്? സർക്യൂട്ടിന്റെ സഫല പ്രതിരോധം കുറവ് ഏത് സർക്യൂട്ടിലായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, പാരലൽ കണക്ഷൻ ആണ് അല്ലെ. പാരലൽ കണക്ഷനിലാണ് എന്ത് കുറവ് അല്ലെ? പാരലൽ കണക്ഷൻ വരുമ്പോഴാണ്. അപ്പൊ ആൻസർ എന്താ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ പാരലൽ കണക്ഷൻ എന്നാണ്. അപ്പൊ പാരലൽ കണക്ഷൻ വരുമ്പോഴാണ് എന്ത് കുറവ്? എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറവ്. സഫല പ്രതിരോധം കുറവ് എവിടെയാന്ന് ചോദിച്ചാൽ
പാരലൽ കണക്ഷൻ ആണ്. സീരീസ് കണക്ഷനിൽ എന്ത് കൂടുതലാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഭയങ്കര കൂടുതലാണ്. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ. Two resistors of 100 ohm are connected in series with a 250 volt supply. Calculate the heat energy produced when the current flows through it for 2 seconds. അതായത് രണ്ട് റെസിസ്റ്റേഴ്സ് ഉണ്ട് 100 ഓം റെസിസ്റ്റൻസ് ഉള്ള രണ്ട് റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഈ രണ്ട് റെസിസ്റ്റേഴ്സും എങ്ങനെയാ കണക്ട് ചെയ്തിരിക്കുന്നത്? സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എത്ര വോൾട്ട് സപ്ലൈയുമായിട്ടാണ്? 250 വോൾട്ട് സപ്ലൈയുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2 മിനിറ്റ് സമയത്തേക്ക് ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റ് എനർജി എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ എടുത്ത് എഴുതാം. അപ്പോൾ ഇവിടുത്തെ റെസിസ്റ്റേഴ്സ് എത്ര എണ്ണാന്നാ പറഞ്ഞ ബി ക്വസ്റ്റിന്റെ ആൻസർ എഴുതാൻ പോവാണ്. രണ്ട് റെസിസ്റ്റേഴ്സ് ആണ്, R1 ഉണ്ട് R2 ഉണ്ട് അല്ലെ. രണ്ട് റെസിസ്റ്റേഴ്സ് ഉണ്ട്. രണ്ടിന്റെയും റെസിസ്റ്റൻസ് എത്ര തന്നെയാണ്? 100 ഓം ആണ്. രണ്ടിന്റെയും റെസിസ്റ്റൻസ് 100 ഓം വീതമാണ്. രണ്ടും 100 ഓം ആണ്. സീരീസ് കണക്ഷൻ ആണെങ്കിൽ നമുക്കറിയാം എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണെങ്കിൽ ഇക്വേഷൻ R is equal to എന്താ? R1 plus R2 എന്നാണ്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക ആദ്യം തന്നെ. R1 plus R2 എന്നാണ്. എത്ര കിട്ടുക? 100 plus 100 എത്രയാ? 100 plus 100. 100 plus 100 ചെയ്യുമ്പോൾ നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര കിട്ടുക? 200 ഓം എന്നാണ് കിട്ടുക. അപ്പോൾ ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 200 ഓം എന്ന് കിട്ടി. ദെൻ ഇനി എന്തൊക്കെ ഇവിടെ തന്നിരിക്കുന്നത്? ഈ റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എന്തുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഒരു 250 വോൾട്ട് സപ്ലൈയുമായിട്ട്. ഇവിടുത്തെ വോൾട്ടേജ് തന്നിട്ടുണ്ട് അല്ലെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിട്ടുണ്ട്. 250 വോൾട്ട് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിരിക്കുന്നത്. 250 വോൾട്ട് എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 250 വോൾട്ട് സപ്ലൈയുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് എന്താ ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ടൈം തന്നിട്ടുണ്ട്, സമയം തന്നിട്ടുണ്ട്. എത്രയാ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ടൈം തന്നിരിക്കുന്നത്? 2 seconds, 2 സെക്കൻഡ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ഹീറ്റ് എനർജി, H ആണ് കണ്ടുപിടിക്കുന്നത് അല്ലെ, ഹീറ്റ് എനർജി. അപ്പൊ നോക്കി, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, വോൾട്ടേജ് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്, R തന്നിട്ടുണ്ട്, V തന്നിട്ടുണ്ട്, T തന്നിട്ടുണ്ട്. ഏത് ഇക്വേഷൻ ആണ് നമ്മൾ ചൂസ് ചെയ്യുക? ജൂൾസിലൂടെ മൂന്നാമത്തെ ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുക. H is equal to V square by R into T. ഈ ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുക. H is equal to V square by R into T എന്നുള്ള ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുക അല്ലെ. അപ്പൊ ഇവിടെ V സ്ക്വയർ എന്ന് പറഞ്ഞ, അപ്പൊ നമുക്കൊന്ന് ചെയ്തു നോക്കത്. ഇവിടെ V സ്ക്വയർ എന്ന് പറഞ്ഞ എന്താ? V സ്ക്വയർ എന്ന് വെച്ചാൽ 250 into 250 എന്നല്ലേ, 250ന്റെ സ്ക്വയർ അല്ലേ. അപ്പൊ അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? 250 into 250. അപ്പൊ V സ്ക്വയറിനെ ഞാൻ ഇങ്ങനെ എഴുതാൻ പോവാണ്. 250 into 250 ഡിവൈഡഡ് ബൈ അല്ലെ, ഡിവൈഡഡ് ബൈ ഇവിടെ റെസിസ്റ്റൻസ് എത്രയാണെന്നാ കണ്ടുപിടിച്ച് നമ്മള്. സീരീസ് കണക്ഷൻ ആവുമ്പോ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാ നമുക്ക് കിട്ടിയത്? 200, 200 എന്ന് കിട്ടി. 200 ഇൻറ്റു അല്ലെ, ഇൻറ്റു ഇവിടുത്തെ ടൈം എത്രയാന്നാ പറഞ്ഞേ? 2 സെക്കൻഡ് അല്ലേ. ഇവിടുത്തെ ടൈം ഇവിടെ എഴുതണം 2. ടൈം എന്തെന്ന് എഴുതി? 2 എന്ന് എഴുതി. ഓക്കെ, ഇനി നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. നോക്കാം, ഇവിടെ ആദ്യം നമ്പർ ഓഫ് സീറോസ് നോക്കുക. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററുള്ള സീറോസിന്റെ എണ്ണം ഒന്ന് നോക്കുക. ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0 കട്ട് ചെയ്തു പോയി. ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0 കട്ട് ചെയ്തു പോയി. ഈ ഒരു രണ്ടും കട്ട് ചെയ്ത് കളയാം. ബാക്കി എന്താ ഇവിടെ ബാക്കിയുള്ള? 25 into 25. അപ്പൊ നോക്കാം, 25 into 25. 25 into 25 എത്ര നമുക്ക് കിട്ടുക? 25 into 25. അതായത് 25ന്റെ സ്ക്വയർ എത്ര നമുക്ക് കിട്ടുക? 625 എന്നാണ്. 625 ജൂൾ എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. മനസ്സിലായോ? അപ്പോ ഇവിടുത്തെ ഈ ഒരു സർക്യൂട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, രണ്ട് റെസിസ്റ്റേഴ്സിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആ 2 സെക്കൻഡ് സമയം കൊണ്ട് അവിടെ ഉണ്ടാവുന്ന ഹീറ്റ് എനർജി എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 625 ജൂളാണ്. 625 ജൂള് ഹീറ്റ് എനർജി ആണ് അവിടെ ഉണ്ടായത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. സ്റ്റേറ്റ് വെദർ ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് increases or decreases if these resistors are connected in parallel in the same circuit with a 250 volt supply. ഇതേ സർക്യൂട്ട് തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. ഇതേ സർക്യൂട്ട് തന്നെ എന്താ? 250 വോൾട്ട് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ടൈം 2 സെക്കൻഡ് തന്നെയാണ്. പക്ഷേ റെസിസ്റ്റേഴ്സിനെ എങ്ങനെ കണക്ട് ചെയ്യണം എന്നാ പറഞ്ഞേ?
പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ അതായത് ഹീറ്റ് എനർജി കൂടുകയോ കുറയോ എന്നാണ് ചോദിക്കുന്നത്. സ്റ്റേറ്റ് വെദർ ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻക്രീസസ് ഓർ ഡിക്രീസസ് if the resistors are connected in parallel. ഈ രണ്ട് റെസിസ്റ്റേഴ്സിനെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ ഹീറ്റ് എനർജി കൂടുകയോ കുറയോ എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം പാരലൽ കണക്ഷൻ ആകുമ്പോ എന്ത് കൂടുതലായിരിക്കും? പാരലൽ കണക്ഷൻ ആകുമ്പോ എന്ത് കുറവായിരിക്കും? റെസിസ്റ്റൻസ് ഭയങ്കര കുറവായിരിക്കും അല്ലെ? റെസിസ്റ്റൻസ് കുറവാണെങ്കിൽ അവിടെ എന്ത് കൂടുതലായിരിക്കും? കറന്റ് കൂടുതലായിരിക്കില്ലേ? റെസിസ്റ്റൻസ് കുറവാണെങ്കിൽ അവിടെ എന്ത് കൂടുതലായിരിക്കും? കറന്റ് കൂടുതലായിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് I=V/R. കറന്റ് കൂടുതലായിരിക്കും. അപ്പൊ കറന്റ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് കൂടും? ഹീറ്റ് എനർജി കൂടും. അതുകൊണ്ട് എന്താ പാരലൽ കണക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ എന്തുണ്ടാക്കുന്നത്? ഹീറ്റ് എനർജി ഉണ്ടാക്കുന്നത്. ഏറ്റവും കൂടുതൽ ഹീറ്റ് എനർജി ഉണ്ടാക്കുന്ന കണക്ഷൻ ഏതാന്ന് ചോദിച്ചാല് പാരലൽ കണക്ഷൻ ആണ്. അപ്പൊ അതിന്റെ ആൻസർ ഇതാണ് അല്ലെ? ഇൻ പാരലൽ കണക്ഷൻ ദ റെസിസ്റ്റൻസ് ഡിക്രീസസ്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? ഭയങ്കര കുറവായിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ I= എന്താ പഠിച്ചിരിക്കുന്നത്? I=V/R എന്നല്ലേ പഠിച്ചിരിക്കുന്നത്? പാരലൽ കണക്ഷനിൽ റെസിസ്റ്റൻസ് ഭയങ്കര കുറവായിരിക്കും. റെസിസ്റ്റൻസ് കുറയുമ്പോ അതിനനുസരിച്ച് എന്ത് കൂടും? നമ്മൾ അറിയാതെ തന്നെ സർക്യൂട്ടിലെ കറന്റ് കൂടും. നമ്മൾ ജൂൾസ് ലോ പഠിച്ചിരിക്കുന്നത് H ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I²RT എന്നല്ലേ? H ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I²RT എന്നല്ലേ? അതായത് കറന്റ് റെസിസ്റ്റൻസ് കുറയുമ്പോൾ അതിനനുസരിച്ച് കറന്റ് കൂടുന്നുണ്ട്. അപ്പൊ ഒരു സർക്യൂട്ടില് റെസിസ്റ്റൻസ് കുറയുമ്പോൾ അതിനനുസരിച്ച് എന്ത് കൂടുന്നുണ്ട്? കറന്റ് കൂടുന്നുണ്ട്. അങ്ങനെ കറന്റ് കൂടുമ്പോ എന്തും കൂടും? ഹീറ്റ് എനർജി കൂടും. അപ്പോ പാരലൽ കണക്ഷനിൽ റെസിസ്റ്റൻസ് കുറയുമ്പോൾ as the resistance decreases current in the circuit increases. എന്ത് കൂടുന്നുണ്ട്? കറന്റ് കൂടുന്നുണ്ട്. as a result heat energy also increases. അതിന്റെ ഫലമായിട്ട് അവിടെ എന്ത് കൂടുന്നുണ്ട്? ഹീറ്റ് എനർജിയും കൂടുന്നുണ്ട്. അപ്പോൾ പാരലൽ കണക്ഷനിലാണ് കൂടുതൽ ഹീറ്റ് എനർജി ഉണ്ടാവുക. അപ്പൊ നമ്മളോട് ചോദിക്കും, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും, ഏത് റെസിസ്റ്ററിനാണ്, അതായത് റെസിസ്റ്റൻസ് കുറവുള്ളിടത്താണോ ഹീറ്റ് എനർജി കൂടുതൽ, റെസിസ്റ്റൻസ് കൂടുതലുള്ളിടത്താണോ? അല്ലെ, റെസിസ്റ്റൻസ് കുറവുള്ളിടത്താണ് ഹീറ്റ് എനർജി കൂടുക. അപ്പൊ പാരലൽ കണക്ഷനിലാണ് എന്ത് കുറവ്? റെസിസ്റ്റൻസ് കുറവും. ഹീറ്റ് എനർജി കൂടുതൽ എവിടെയായിരിക്കും? അവിടെ തന്നെയായിരിക്കും. അപ്പൊ റെസിസ്റ്റൻസ് കുറവാണെങ്കിൽ ഹീറ്റ് എനർജി കൂടുതലായിരിക്കും. അപ്പൊ ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 6 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ 7th ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, which is the material used as the filament in the incandescent lamp? അല്ലെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫിലമെന്റ് ലാമ്പില്, അതായത് അല്ലെങ്കിൽ ഒരു ഇൻകാൻഡസെന്റ് ലാമ്പില് ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അല്ലെ, നമ്മള് എഡിസൺ ഒരുപാട് എക്സ്പെരിമെന്റുകൾക്ക് ശേഷം കണ്ടുപിടിച്ച എന്താ ആ മെറ്റീരിയലിന്റെ പേരെന്താണ്? ടങ്സ്റ്റൺ എന്നാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ എന്താ? ടങ്സ്റ്റൺ അല്ലെ. അപ്പോ ഏത് മെറ്റീരിയൽ ആണ് ഉപയോഗിക്കുന്നത്? ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണ്? ഇൻകാൻഡസെന്റ് ലാമ്പില് ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന മെറ്റൽ ഏതാന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ മെറ്റീരിയൽ ഏതാന്ന് ചോദിച്ചാൽ എന്താണ്? ടങ്സ്റ്റൺ ആണ്. അപ്പൊ ടങ്സ്റ്റന്റെ ഒരുപാട് പെക്യുലാരിറ്റീസ് നമ്മൾ പഠിച്ചു. ഹൈ റെസിസ്റ്റിവിറ്റി ആണ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്, ഹൈ ഡക്റ്റിലിറ്റി ആണ്, എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റ് ഇൻ വൈറ്റ് ഹോട്ട് കണ്ടീഷൻ, അങ്ങനെയൊക്കെ പഠിച്ചു. അപ്പൊ ഇതെവിടെ നോക്കുക? 2ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? Why these bulbs are filled with nitrogen? അതായത് ഇൻകാൻഡസെന്റ് ലാമ്പ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യാന്ന് വെച്ചാല് ആ ബൾബിലുള്ള എയർ മുഴുവൻ എന്ത് ചെയ്യും? പുറത്തേക്ക് എടുത്ത് കളയും അല്ലെ. അതായത് ബൾബിനെ ഇവാക്യുവേറ്റ് ചെയ്യും. എന്തിനാ ബൾബിനെ ഇവാക്യുവേറ്റ് ചെയ്യുന്നത്? ടു അവോയ്ഡ് ഓക്സിഡേഷൻ. ഓക്സീകരണം തടയാൻ വേണ്ടിയിട്ടാണ്. ഓക്സിഡേഷൻ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആദ്യം തന്നെ അതിനകത്തുള്ള എന്താ, അതായത് ഓൾറെഡി നമുക്ക് അറിയാം ഇതിനകത്ത് ഇരിക്കുന്ന സാധനം എന്താ? ഒരു മെറ്റലാണ്. ടങ്സ്റ്റൺ എന്ന് പറയുന്ന ഒരു മെറ്റലാണ്. അപ്പൊ ഓക്സിഡേഷൻ തടയാൻ വേണ്ടിയിട്ടാണ്, ഓക്സീകരണം തടയാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ബൾബിനെ ഇവാക്യുവേറ്റ് ചെയ്യുന്നത്. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. വൈ ദ ബൾബ് ഈസ് ഇവാക്യുവേറ്റഡ്? എന്തിനാണ് ബൾബിനെ ഇവാക്യുവേറ്റ് ചെയ്യുന്നത്? ടു അവോയ്ഡ് ഓക്സിഡേഷൻ. അപ്പൊ ഇവിടെ നോക്കി, ഇവിടുത്തെ ക്വസ്റ്റ്യൻ അതല്ല. ഈ ഓക്സിഡേഷൻ എന്താ? ബൾബിനെ ഇവാക്യുവേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് നിറച്ചു കൊടുക്കും? അല്ലെ, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും അധികം ലഭിക്കുന്ന നൈട്രജൻ എന്ന് പറയുന്ന ഗ്യാസിനെ നമ്മൾ എന്തിലേക്ക് നിറച്ചു കൊടുക്കും? ഈ ഇൻകാൻഡസെന്റ് ലാമ്പിനകത്ത് നിറച്ചു കൊടുക്കും അല്ലെ. Why this incandescent lamp is filled with nitrogen? അതായത് നൈട്രജൻ അല്ലെങ്കിൽ ഒരു ഇനേർട്ട് ഗ്യാസ് അല്ലെ, അതാണ് നമ്മൾ നിറച്ചു കൊടുക്കുക. അപ്പൊ എന്തുകൊണ്ടാണ് ഈ നൈട്രജൻ നിറയ്ക്കാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ എന്തിനു വേണ്ടിയിട്ടാ അല്ലെ? അപ്പൊ ബി ക്വസ്റ്റ്യൻ ആൻസർ എന്താണെന്ന് അറിയോ? ടു അവോയ്ഡ് വേപ്പറൈസേഷൻ. ടു അവോയ്ഡ് വേപ്പറൈസേഷൻ.
ബാഷ്പീകരണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇതിനകത്തിരിക്കുന്ന മെറ്റല് വേപ്പർ ആയിട്ട് പോവാതിരിക്കാൻ, അതായത് ടങ്സ്റ്റൺ വേപ്പർ ആയിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ടു അവോയ്ഡ് വേപ്പറൈസേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നൈട്രജൻ നിറച്ചു കൊടുക്കുന്നത്. അപ്പൊ നോക്കുക, ഈ പണ്ട് കാലത്തൊക്കെയാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചിരുന്നത്? ഇൻകാൻഡസൻ ലാമ്പ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ നമ്മുടെയൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന ബൾബ് ഏതാന്ന് ചോദിച്ചാൽ അതെന്താ? LED ബൾബാണ് അല്ലെ, LED ബൾബാണ്. അപ്പൊ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് LED ഓവർ ദ ഇൻകാൻഡസൻ ലാമ്പ്? അതായത് ഇൻകാൻഡസൻ ലാമ്പിനെ അപേക്ഷിച്ച് LED ലാമ്പിന്റെ മേന്മകൾ എന്തെല്ലാമാണ്, അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ 4 അഡ്വാൻറ്റേജസ് എങ്കിലും നമ്മൾ പഠിച്ചു വെക്കണം, കാരണം ഇതൊരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ നോക്കുക, 4 അഡ്വാൻറ്റേജസ് എങ്കിലും നമ്മൾ പഠിച്ചു നോക്കുക. അപ്പൊ ബി ക്വസ്റ്റ്യൻ ആൻസർ ഇതാ, ടു റെഡ്യൂസ് ദ വേപ്പറൈസേഷൻ അല്ലെങ്കിൽ ടു അവോയ്ഡ് ദ വേപ്പറൈസേഷൻ ഓഫ് ദ ഫിലമെന്റ്. സി ക്വസ്റ്റ്യൻ ആൻസർ നോക്കി, ആസ് there is no filament there is no loss of energy in the form of heat. അതായത് ഇൻകാൻഡസൻ ലാമ്പിൽ എന്തുണ്ട്? ഫിലമെന്റ് ഉള്ളതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഹീറ്റ് എനർജി ആയിട്ട് എനർജി നഷ്ടപ്പെട്ടു പോകുന്നത്. LED ലാമ്പിനകത്ത് എന്തില്ല? ഫിലമെന്റ് ഇല്ല അല്ലെ. ആസ് there is no filament there is no loss of energy in the form of heat. അപ്പൊ അതിനകത്ത് ഫിലമെന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഊർജം നഷ്ടപ്പെടുന്നില്ല. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, ഹൈ എഫിഷ്യൻസി. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഹൈ എഫിഷ്യൻസി ആണ്, ഉയർന്ന ക്ഷമതയാണ്. മൂന്നാമത്തെ പോയിന്റ് ലോ എനർജി കൺസപ്ഷൻ. ഇൻകാൻഡസൻ ലാമ്പിനെ അപേക്ഷിച്ച് വളരെ കുറച്ച് എനർജി മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ആര് വർക്ക് ചെയ്യുന്നത്? നമ്മുടെ LED ലാമ്പ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ലോ എനർജി കൺസപ്ഷൻ ആണ്. നാലാമത്തെ പോയിന്റ് നോക്കുക, സിൻസ് there is no mercury in it is not harmful to the environment. അതായത് ഇതിനകത്ത് എന്തില്ല? മെർക്കുറി വേപ്പർ എന്ന് പറയുന്ന, അതായത് പോയിസണസ് ആയിട്ടുള്ള മെർക്കുറി വേപ്പർ എന്ന് പറയുന്ന ഗ്യാസ് നമ്മൾ എന്തിനകത്ത് നിറയ്ക്കുന്നില്ല? LED അകത്ത് നിറയ്ക്കുന്നില്ല. ഇപ്പൊ ഡിസ്ചാർജ് ലാമ്പ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് നമ്മൾ എന്ത് നിറയ്ക്കും? മെർക്കുറി വേപ്പർ എന്ന് പറയുന്ന ഒരു പോയിസണസ് ഗ്യാസ് നിറയ്ക്കും. അതെന്ന് പറയുന്നത് പ്രകൃതിക്ക്, അതായത് നമ്മുടെ എൻവയോൺമെന്റിനും ഒക്കെ ഭയങ്കര ദോഷം ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പൊ അതുകൊണ്ട് LED അകത്ത് നമ്മൾ എന്ത് നിറയ്ക്കുന്നില്ല? മെർക്കുറി നിറയ്ക്കുന്നില്ല. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ഹാർംഫുൾ ടു ദ എൻവയോൺമെന്റ്. ഇത് എന്ത്? പ്രകൃതിക്ക് ദോഷം ചെയ്യുന്നില്ല. അപ്പൊ LED ലാമ്പിന്റെ 4 അഡ്വാൻറ്റേജസ് എന്തായാലും പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ 7 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഒരു സിമ്പിൾ ആയിട്ട് ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നോക്കി, which of the following light source does not contain mercury in it? നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞോളൂ. അതായത് ഏത് ബൾബിലാണ് മെർക്കുറി ഇല്ലാത്തതെന്നാണ് ചോദിക്കുന്നത്. which of the following light source does not contain mercury? അതായത് നമ്മളിപ്പോ 3 ബൾബുകളുടെ പേരുണ്ട്. ഒന്ന് ഫ്ലൂറസെന്റ് ലാമ്പ്, രണ്ടാമത്തത് LED, മൂന്നാമത്തത് CFL. ഇപ്പൊ നമ്മുടെ വീട്ടിൽ പണ്ട് ഉപയോഗിച്ചിരുന്ന CFL ആയാലും ഫ്ലൂറസെന്റ് ലാമ്പ് ആയാലും ഇതിനൊക്കെ അകത്തൊക്കെ എന്തുണ്ട്? മെർക്കുറി ഉണ്ട്. അപ്പൊ മെർക്കുറി ഇല്ലാത്തത് ഏതാന്ന് ചോദിച്ചാൽ അതേതാ? അത് നമ്മുടെ LED ആണ്. മെർക്കുറി ഇല്ലാത്തത് എവിടെയാണ്? LED അകത്താണ്. അപ്പൊ മെർക്കുറി ഇല്ലാത്ത ബൾബ് ഏതാന്ന് ചോദിച്ചത് LED ആണ്. ഇപ്പൊ മെർക്കുറി ഉള്ള ബൾബുകൾ ഏതാന്ന് ചോദിച്ചത് ഏതൊക്കെയാ? ഫ്ലൂറസെന്റ് ലാമ്പും CFL ലാമ്പും ആണ്. ഓക്കെ, അങ്ങനെ 8 ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് എപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് 9ാമത്തെ ചോദ്യം നോക്കി, റൈറ്റ് എനി 2 characteristic properties of material used as the heating coil in the heating devices. അതായത് നമ്മുടെ വീട്ടിൽ ഒരുപാട് ഹീറ്റിംഗ് ഡിവൈസസ് ഉണ്ടല്ലേ. ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാട്ടർ ഹീറ്റർ ഉണ്ടാവും, അല്ലെങ്കിൽ അയൺ ബോക്സ് ഉണ്ടാവും. അതിൽ ഒരുപാട് ഡിവൈസുകൾ ഉണ്ട്, ഹീറ്റിംഗ് ഡിവൈസുകൾ. അതായത് ഈ ഹീറ്റിംഗ് ഡിവൈസിലേക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന എനർജി എന്താ? ഇലക്ട്രിക്കൽ എനർജിയാണ്. ആ ഇലക്ട്രിക്കൽ എനർജി മുഴുവൻ എന്തായിട്ട് മാറാണ്? ഹീറ്റ് എനർജി ആയിട്ട് മാറാണ്. ആ ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജി ആക്കി മാറ്റുന്ന ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹീറ്റിംഗ് കോയിൽ. എന്താ വിളിക്കുക? ഹീറ്റിംഗ് കോയിൽ എന്നാ വിളിക്കുക. ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജി ആക്കി മാറ്റുന്ന പാർട്ട് ഏതാന്ന് ചോദിച്ചാൽ അതിനെ ഹീറ്റിംഗ് കോയിൽ എന്നാണ് വിളിക്കുക. അപ്പൊ ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, സാധാരണഗതിയിൽ എല്ലാ ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസിലും നമ്മൾ ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാ? നിക്രോം ആണ് അല്ലെ, നിക്രോം ആണ്. ഈ നിക്രോം എന്ന് പറയുന്നത് ഒരു അലോയ് ആണ്, ഒരു പ്യുവർ മെറ്റൽ അല്ല. എന്തൊക്കെ ചേർന്നതാണ്? നിക്കല്,
ക്രോമിയം ആൻഡ് അയൺ, ഇത് മൂന്നും കൂടി ചേർന്ന ഒരു അലോയ് ആണെന്ന് പറയുന്നത് നിക്രോം എന്ന് പറയുന്നത്. അപ്പൊ ഈ നിക്രോമിന്റെ സ്പെഷ്യാലിറ്റീസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതായത് എന്തുകൊണ്ടാണ് ബാക്കിയുള്ള മെറ്റൽസിനെ അപേക്ഷിച്ച് നമ്മുടെ നിക്രോമിനെ തന്നെ ഹീറ്റിംഗ് ഓയിൽ ആയിട്ട് ഉപയോഗിക്കാൻ കാരണം? അപ്പൊ അതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവുമല്ലോ. നിക്രോമിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. അപ്പൊ നിക്രോമിന്റെ പെക്യുലാരിറ്റീസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലെ. നിക്രോമിന്റെ പെക്യുലാരിറ്റീസ് നോക്കി, ഹൈ റെസിസ്റ്റിവിറ്റി ആണ്, ഉയർന്ന പ്രതിരോധം അല്ലെങ്കിൽ ഉയർന്ന റെസിസ്റ്റിവിറ്റി ആണ് ആർക്കുള്ളത്? നമ്മുടെ നിക്രോമിനുള്ളത്. രണ്ടാമത്തെ പോയിന്റ് എന്താ? ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്, ഉയർന്ന ദ്രവണാങ്കമാണ്. അതായത് ഹൈ മെൽറ്റിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ ഇത് എത്ര കറണ്ട് പാസ് ചെയ്താലും ഇത് എന്തെയില്ല, ഉരുകി പോകൂല. മെൽറ്റിംഗ് പോയിന്റ് ഭയങ്കര കൂടുതലാണ്. മൂന്നാമത്തെ പോയിന്റ് നോക്കി, എബിലിറ്റി ടു റിമൈൻ ഇൻ റെഡ് ഹോട്ട് കണ്ടീഷൻ വിത്തൗട്ട് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. അതായത് ചുട്ടുപഴുത്ത അവസ്ഥയിലും ഓക്സീകരിക്കാതെ നിലനിൽക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? നമ്മുടെ നിക്രോമിനുണ്ട്. അതായത് ചുട്ടുപഴുത്ത അവസ്ഥയിൽ ഇപ്പൊ റെഡ് ഹോട്ട് കണ്ടീഷൻ ആണെങ്കിൽ പോലും ഇതിന് എന്ത് സംഭവിക്കില്ല? ഓക്സിഡേഷൻ സംഭവിക്കില്ല. അപ്പൊ നിക്രോമിന്റെ 3 പോയിന്റ്സ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട 3 പോയിന്റ്സ് ആണ്. 2 മാർക്കിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഹൈ റെസിസ്റ്റിവിറ്റി ആണ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്, എബിലിറ്റി ടു റിമൈൻ ഇൻ റെഡ് ഹോട്ട് കണ്ടീഷൻ വിത്തൗട്ട് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. ഇതാണ് എന്തെന്ന് പറയുന്നത് നിക്രോമിന്റെ എന്താ സ്പെഷ്യാലിറ്റീസ് അല്ലെങ്കിൽ പെക്യുലാരിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറ്. ഓക്കെ, അപ്പൊ 9 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു. 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, if the intensity of electric current in a circuit is doubled, the heat energy developed in the circuit increases by dash times. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്കറിയാം ജൂൾസ് ലോ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. എച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ഐ സ്ക്വയർ ആർ ടി എന്നാണ്. എച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ ആർ ടി. അതായത് ഒരു സർക്യൂട്ടിലെ കറണ്ട്, അതായത് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ടിന്റെ അളവ് നമ്മൾ ഡബിൾ ആക്കി എന്ന് വിചാരിക്കുക. ഡബിൾ ആക്കി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ഹീറ്റ് എനർജി എത്രയായിട്ട് കൂടുമെന്നാണ് ചോദിക്കുന്നത്. ഓട്ടോമാറ്റിക്കലി നമുക്ക് അറിയാം കറണ്ട് കൂടിക്കഴിഞ്ഞാൽ എന്ത് കൂടുന്ന നമ്മൾ പഠിച്ചിരിക്കുന്നത്? ഹീറ്റ് എനർജി കൂടുമെന്നാ പഠിച്ചത്. പക്ഷെ എത്ര തവണയായിട്ടാ കൂടുക എന്ന് നമുക്ക് അറിയില്ല. അപ്പൊ നോക്കുക, എച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ ആർ ടി എന്നാണ് നമ്മൾ പഠിക്കുന്നത്. എച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ ആർ ടി എന്നാണ് പഠിക്കുന്നത്. അതായത് ഇവിടെ ഐ കറണ്ടിന്റെ ഒപ്പം എന്തുണ്ട്? സ്ക്വയർ ഉണ്ടല്ലേ. കറണ്ടിന്റെ ഒപ്പം എന്തുണ്ട്? ഐ സ്ക്വയർ എന്നാ നമ്മൾ വായിക്കുന്നത് അല്ലെ. എച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ. ഇപ്പൊ കറണ്ട് 2 ആംപിയർ ആണെന്ന് വിചാരിച്ചാൽ നമ്മൾ എത്ര എടുക്കുക? 2ന്റെ സ്ക്വയർ 4 എന്നാണ് എടുക്കുക. അപ്പൊ നോക്കുക, ഇവിടെ കറണ്ട് ഐ എന്തായി എന്നാ പറഞ്ഞ്? കറണ്ട് 2 ടൈംസ് ഡബിൾ ആയി എന്ന് വിചാരിക്കുക. കറണ്ട് ഡബിൾ ആയി കഴിഞ്ഞാൽ ഹീറ്റ് എനർജി എത്രയാവും എന്നാണ് ചോദ്യം. ഹീറ്റ് എനർജി എത്രയായിട്ടാ മാറാന്ന് അറിയോ? ഇൻക്രീസസ് ബൈ 4 ടൈംസ്. എത്രയായിട്ടാ കൂടുക? 4 ഇരട്ടി ആയിട്ടാണ് കൂടുക. അപ്പൊ കറണ്ട് 2 ഇരട്ടി ആയിട്ടാണ് കൂടുന്നതെങ്കിൽ ഹീറ്റ് എനർജി എത്രയായിട്ട് കൂടും? 4 ഇരട്ടി ആയിട്ടാണ് കൂടുക. അപ്പൊ കറണ്ട് ഡബിൾ ആയി കഴിഞ്ഞാൽ ഹീറ്റ് എനർജി ഇൻക്രീസസ് ബൈ 4 ടൈംസ്. അപ്പൊ ഇവിടുത്തെ ആൻസർ 4 എന്നാണ്. ഇനി കറണ്ട് പകുതിയായിട്ട് കുറയുകയാണെങ്കിലോ? കറണ്ട് പകുതിയായിട്ട് കുറയുകയാണെങ്കിൽ അല്ലെ, ഹാഫ് ആയിട്ട് കുറയുകയാണെങ്കിൽ ദ ഹീറ്റ് എനർജി വിൽ ബി റെഡ്യൂസ്ഡ് ടു 1/4 ടൈംസ്. അപ്പൊ കറണ്ട് ഇരട്ടി ആവുകയാണെങ്കിൽ എന്താ? ഹീറ്റ് എനർജി 4 ഇരട്ടി ആവും. കറണ്ട് പകുതി ആവുകയാണെങ്കിൽ ഹീറ്റ് എനർജി എത്രയായിട്ടാ കുറയുക? 1/4 ഭാഗമായിട്ട് കുറയുകയും ചെയ്യും. ഇതാണ് എന്തെന്ന് പറയുന്നത് ഇവിടുത്തെ പ്രത്യേകത. കാരണം എച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഐ അല്ല, ഐ സ്ക്വയർ. ആ ഐ സ്ക്വയർ വരുന്നത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വരുന്നത്. അതായത് കറണ്ട് ഇരട്ടി ആവുമ്പോ ഹീറ്റ് എനർജി 4 ഇരട്ടി ആയിട്ടാണ് കൂടുക. ഓക്കെ, സെറ്റ്. ഓക്കെ, ദെൻ നമ്മുടെ 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നമ്മുടെ 11ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഡയഗ്രാം തന്നിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അപ്പൊ ഒരു ഡയഗ്രാം ഇവിടെ തന്നിട്ടുണ്ട്. റെസിസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു സർക്യൂട്ട് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ 2 റെസിസ്റ്റേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. R1 ഉണ്ട്, R2 ഉണ്ട് അല്ലെ. അതിനിടയ്ക്ക് എന്താ ഒരു അമ്മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താ 12 വോൾട്ട് സപ്ലൈയുമായിട്ടാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ആ സർക്യൂട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? ഹൗ ആർ ദ റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ ദ എബവ് സർക്യൂട്ട്. ഈ ഒരു സർക്യൂട്ടിൽ റെസിസ്റ്റേഴ്സ് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം അല്ലെ. എങ്ങനെയാ റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിരിക്കുന്നത്? R1ഉം R2 എന്താണ്? പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ 2 റെസിസ്റ്റേഴ്സ് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? പരസ്പരം പാരലൽ ആയിട്ടാണ്, സമാന്തരമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ എ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിരിക്കുന്നത് അതാണ്. ഇത് എന്ത് കണക്ഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് എഴുതാം പാരലൽ കണക്ഷൻ. അപ്പൊ എ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് എന്താ എഴുതാം? പാരലൽ കണക്ഷൻ.
ബി ക്വസ്റ്റ്യൻ ആണ് നോക്കുക. വാട്ട് വിൽ ബി ദ കറന്റ് ഷോൺ ഇൻ ദ അമ്മീറ്റർ? ഈ അമ്മീറ്ററിൽ കാണിക്കുന്ന കറണ്ട് എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഐ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന വാല്യൂസ് എടുത്ത് എഴുതാം. അപ്പൊ നോക്കുക, ബി ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ചെയ്യാൻ പോവാണ്. എന്തൊക്കെയാ തന്നിരിക്കുന്ന വാല്യൂസ് നോക്കാം. വോൾട്ടേജ് തന്നിട്ടുണ്ട് അല്ലെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് തന്നിട്ടുണ്ട് 12 വോൾട്ട് ആണ് അല്ലെ. പിന്നെ രണ്ട് റെസിസ്റ്റേഴ്സ് ആണ്, R1 R2 ആണ്. ഒന്നാമത്തെ റെസിസ്റ്ററിനെ R1 എന്നും രണ്ടാമത്തെ റെസിസ്റ്ററിനെ R2 എന്ന് വിളിക്കാം. R1 നമുക്ക് തന്നിരിക്കുന്നത് 10 ഓം ആണ്. R1 തന്നിരിക്കുന്നത് 10 ഓം ആണ്. R2 ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത് എന്താ, 15 ഓം ആണ്. R2 തന്നിരിക്കുന്നത് 15 ഓം ആണ്. നമുക്കറിയാം ഈ രണ്ട് റെസിസ്റ്റേഴ്സും എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, പാരലൽ ആയിട്ടാണ്, സമാന്തരമായിട്ടാണ് അല്ലെ. നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, പാരലൽ കണക്ഷൻ ആണെങ്കിൽ രണ്ട് റെസിസ്റ്റേഴ്സ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ ഇക്വേഷൻ എന്താ അല്ലെ, പാരലൽ കണക്ഷനിൽ രണ്ട് റെസിസ്റ്റേഴ്സ് മാത്രം ഉള്ളപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, R is equal to R1 into R2 divided by R1 plus R2. എന്താണ് ഇക്വേഷൻ? R is equal to R1 into R2 divided by R1 plus R2 എന്നുള്ളതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, തന്നിരിക്കുന്ന വാല്യൂസ് കൊടുക്കാം അല്ലെ. തന്നിരിക്കുന്ന വാല്യൂസ് കൊടുക്കാം. എന്താ, R1 10 എന്നും R2 15 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ നോക്കുക, 10 into R1 എന്ന് വെച്ചാൽ 10 ആണ്, 10 into 15 divided by 10 plus 15 അല്ലെ. R1 plus R2 10 plus 15. 10 into 15 നമുക്കറിയാം എത്ര കിട്ടുക, 10 into 15 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 150 150 എന്നാണ് അല്ലെ. 10 plus 15 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്, 25 ആണ്. 10 plus 15 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 25 ആണ്. അപ്പൊ 150 divided by 25, 150 by 25 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 ഓം ആണ്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര കിട്ടിയേ, 6 ഓം എന്നാണ് കിട്ടിയത്. ഇവിടെ വെച്ച് നമ്മുടെ ആൻസർ കഴിഞ്ഞോ? ഇല്ല. പക്ഷെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, കറന്റ് ആണ്. അമ്മീറ്ററിൽ കാണിക്കുന്ന കറന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കറന്റിന്റെ സിമ്പിൾ നമുക്കറിയാം, I എന്നാണ്. എന്താ കറന്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ, അക്കോർഡിംഗ് ടു ഓംസ് ലോ കറന്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ I is equal to എന്താ, I is equal to V by R എന്നാണ് അല്ലെ. കറന്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്, I is equal to V by R എന്നാണ്. ഇവിടെ ഓൾറെഡി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ ഒരു സർക്യൂട്ടിൽ തന്നിട്ടുണ്ട്. എത്രയാ പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നേക്കുന്നേ, എത്രയാ തന്നിരിക്കുന്നേ, 12 വോൾട്ട് എന്നാണ്. അപ്പൊ 12 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 12 വോൾട്ട് ഡിവൈഡഡ് ബൈ നമ്മൾ റെസിസ്റ്റൻസ്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇപ്പൊ കണ്ടുപിടിച്ചു, എത്രയാ 6 ആണ് അല്ലെ. അപ്പൊ 12/6, 12/6 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാ, 12/6 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 2 എന്നാണ്. അപ്പൊ ഇവിടുത്തെ കറന്റ് എന്ന് പറയുന്നത് 2 ആംപിയർ ആണ്. അപ്പൊ ഈ ഒരു സർക്യൂട്ടിലെ കറന്റ് എത്രയാണ് മക്കളെ, 2 ആംപിയർ എന്ന് കിട്ടും. ഓക്കെ, കിട്ടിയില്ലേ? 2 ആംപിയർ ആണ് ഇവിടുത്തെ കറന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബി ക്വസ്റ്റ്യനും സെറ്റ് ആയി. സി ക്വസ്റ്റ്യൻ നോക്കിയേ, കാൽക്കുലേറ്റ് ദ കറന്റ് ത്രൂ ദ റെസിസ്റ്റർ R1. ഇവിടെ രണ്ട് റെസിസ്റ്റേഴ്സ് ഉണ്ട്, R1 ഉണ്ട് R2 ഉണ്ട്. അപ്പൊ ഇതിന്റെ കമ്പൈൻ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചത്, 6 ഓം ആണ്. ഇനി R1 മാത്രം എന്താ കറന്റ് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ആ കറന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇവിടുത്തെ കറന്റ് R1 മാത്രം ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എന്താ, R1 മാത്രം കറന്റ് എന്താ ഫ്ലോ ഉണ്ടാവുന്ന കറന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ നോക്കാം, കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കാം. നമുക്ക് ഇവിടെ തന്നെ എഴുതാം. ഓക്കെ, കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ I is equal to എന്താ, I is equal to V by R എന്നല്ലേ. I is equal to V by R എന്നല്ലേടാ. ഇവിടെ V എന്ത് തന്നെയാണ്, V 12 വോൾട്ട് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഡിവൈഡഡ് ബൈ R എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാ, R1ന്റെ വാല്യൂ അല്ലേ. R1ന്റെ വാല്യൂ എത്രയാ, R1 എന്ന് വേണമെങ്കിൽ എഴുതാം. R1 എത്രയാ, 10, 12/10. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണെന്ന് അറിയോ, 12/10 എത്രയാ, 1.2 ആംപിയർ. ഓക്കെ, 1.2 ആംപിയർ എന്ന് കിട്ടി. അപ്പോ R1 മാത്രം ഒഴുകുന്ന കറണ്ട് എത്രയാന്ന് ചോദിച്ചാൽ, R1 മാത്രം ഒഴുകുന്ന കറണ്ട് എത്രയാന്ന് ചോദിച്ചാൽ എത്രയാണ്, 1.2 ആംപിയർ ആണ്. ടോട്ടൽ ഈ ഒരു സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ട് എത്രയാന്ന് ചോദിച്ചാൽ എത്രയാ, അത് 2 ആംപിയർ ആണ്. R1 മാത്രം ഒഴുകുന്ന കറണ്ട് 1.2 ആംപിയർ ആണ്. അപ്പൊ ഈ 3 ക്വസ്റ്റ്യനും സെറ്റ് ആയില്ലേ, 3 ക്വസ്റ്റ്യനും സംശയമൊന്നുമില്ലല്ലോ, സെറ്റ് ആയില്ലേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 12ാമത്തെ ചോദ്യം നോക്കുക.
12ാമത്തെ ചോദ്യം വീണ്ടും ഒരു പ്രോബ്ലം ആണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത കുറെ പ്രോബ്ലംസ് ഉണ്ടാവും. An electric bulb of power 60 watt അല്ലെ 60 watt power is connected to 240 volt main. Write the current through the bulb. അതായത് എ ക്വസ്റ്റ്യൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. അതായത് ഒരു ബൾബിന്റെ പവർ തന്നിട്ടുണ്ട് 60 വാട്ടാണ്. ഈ 60 വാട്ട് പവർ ഉള്ള ബൾബ് കണക്ട് ചെയ്തിരിക്കുന്നത് 240 വോൾട്ട് സപ്ലൈയുമായിട്ടാണ്. എന്നിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതാണ്, എന്താ റൈറ്റ് ദ കറണ്ട് ത്രൂ ദ ബൾബ്. കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്കുക, തന്നിരിക്കുന്ന വാല്യൂസ് ആണ് നമ്മൾ ആദ്യം എടുത്ത് എഴുതണ്ടേ. പവർ തന്നിട്ടുണ്ട് അല്ലെ, പവർ P = എത്രയാ 60 വാട്ട് എന്നല്ലേ തന്നിരിക്കുന്നത്, 60 വാട്ട് എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇവിടുത്തെ ബൾബിന്റെ കണക്ട് ചെയ്തിരിക്കുന്നത് എത്ര വോൾട്ടേജുമായിട്ടാ, 240 വോൾട്ടേജുമായിട്ടാണ് അല്ലെ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ വോൾട്ടേജ് V തന്നിരിക്കുന്നത് 240 ആണ്, 240 വോൾട്ട് എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പവറും വോൾട്ടേജും തന്നു കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കുന്ന കറണ്ട് എന്തായിരിക്കും നമുക്കറിയാം. എന്തായിരിക്കും ഇവിടെ ചോദിച്ചിരിക്കുന്ന കറണ്ട്? എന്തായിരിക്കും? ആംപിയറേജ് ആയിരിക്കും. ഇവിടെ നമ്മൾ ചോദിക്കുന്ന കറണ്ട് എന്തായിരിക്കും? ഇവിടെ ആംപിയറേജ് ആയിരിക്കും. അപ്പൊ ആംപിയറേജ് കാണാൻ ഇക്വേഷൻ എന്താ? I = അല്ലെ വാട്ടേജ് ബൈ വോൾട്ടേജ് എന്നല്ലേ. ആംപിയറേജ് കാണാൻ ഇക്വേഷൻ എന്താണ്? വാട്ടേജ് ബൈ വോൾട്ടേജ് എന്നല്ലേ. I = എന്താ? P/V എന്നാണ്. I = P/V എന്നാണ് എന്ത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ. ഇവിടെ കറണ്ട് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേഷനിലേക്ക് പോവാം. ഇക്വേഷനിലേക്ക് തന്നിരിക്കുന്ന വാല്യൂസ് കൊടുക്കാം അല്ലെ. P എത്രയാ? 60 ഡിവൈഡഡ് ബൈ ഇവിടെ V എത്രയാ? 240. അപ്പൊ ഇത് എങ്ങനെയാ ഡിവൈഡ് ചെയ്യാം? മുകളിൽ എന്താ 60, താഴെ 240. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററുള്ള സീറോസ് നോക്കുക. 2 കട്ട് ചെയ്ത് കളയാം, 0 0 കട്ട് ചെയ്ത് കളഞ്ഞു. 6/24 നമുക്ക് കിട്ടുന്നത്. ബാക്കി എത്ര വരിക? 6/24. അതായത് 24ഉം 6ഉം തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നോക്കുക അല്ലെ. അതായത് 24ല് 6 എത്ര തവണയാ പോവാ? 4 തവണയാണ് പോവാ അല്ലെ. അപ്പൊ ഈ 6നെയും 24നെയും നമുക്ക് കട്ട് ചെയ്യാം. അതായത് 24ല് 6 എത്ര തവണയാ പോവാ? 4 തവണ. 6ല് 6 എത്ര തവണയാ പോവാ? 1 തവണ. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാ വരിക? 1/4 എന്നാണ് വരിക. എന്താ വരിക? 1/4. ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് 1/4 ആണ്. 1/4ന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും അല്ലെ? ഫ്രാക്ഷൻ മാറ്റി കഴിഞ്ഞാൽ എന്താ? 0.25 ആംപിയർ എന്ന് എഴുതാം. 1/4 എന്ന് വെച്ചാല് 0.25 ആംപിയർ ആണ്. അപ്പൊ ഇവിടുത്തെ കറണ്ട് എന്ന് പറഞ്ഞത് എന്താ? ഈ ഒരു സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ട് എത്രയാണ്? 0.25 ആംപിയർ ആണ്. 0.25 ആംപിയർ ആണ്. ബി ക്വസ്റ്റ്യൻ നോക്കുക. How is the safety fuse is connected in a branch circuit? ഒരു ബ്രാഞ്ച് സർക്യൂട്ടിൽ സേഫ്റ്റി ഫ്യൂസ് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്? ഒരു ബ്രാഞ്ച് സർക്യൂട്ടിലേക്ക് ഒരു സേഫ്റ്റി ഫ്യൂസിനെ എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടതെന്നാണ് നമ്മുടെ ബി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. അപ്പൊ നമുക്കറിയാം അല്ലെ, 2 രീതിയിലുള്ള കണക്ഷൻസ് ആണ്. ഒന്ന് സീരീസ് കണക്ഷനും മറ്റൊന്ന് പാരലൽ കണക്ഷൻ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ സേഫ്റ്റി ഫ്യൂസിനെ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? സീരീസ് ആയിട്ടാണ്. സേഫ്റ്റി ഫ്യൂസിനെ കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ബി ക്വസ്റ്റ്യൻ ആൻസർ എന്താ മക്കളെ? സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പൊ സേഫ്റ്റി ഫ്യൂസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ ഇലക്ട്രിക്കൽ ഡിവൈസുകളെയും നമ്മളെയും എന്താ കുറെ പ്രോബ്ലംസ് ചെയ്യുന്നു അല്ലെ, കുറെ ഡേഞ്ചറസ് ആയിട്ടുള്ള അപകടങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന ആരാണ്? നമ്മുടെ സേഫ്റ്റി ഫ്യൂസ് ആണ്. അപ്പൊ ഈ സേഫ്റ്റി ഫ്യൂസ് എപ്പോഴൊക്കെ നമ്മുടെ അപകടങ്ങൾ സംഭവിക്കുക? ഒന്നില്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുമ്പോഴും അല്ലെങ്കിൽ ഓവർലോഡിങ് സംഭവിക്കുമ്പോഴാണ് ഈ പറഞ്ഞ അപകടങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കുന്നത് ആരാണ്? സേഫ്റ്റി ഫ്യൂസ് ആണ്. അപ്പൊ എങ്ങനെയാണ് സേഫ്റ്റി ഫ്യൂസ് നമുക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് സേഫ്റ്റി ഫ്യൂസ്. എങ്ങനെയാണ് സേഫ്റ്റി ഫ്യൂസ് സുരക്ഷ ഉറപ്പാക്കുന്നത്? നമ്മുടെ വീട്ടിലെ ഡിവൈസുകൾ എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ വർക്കിംഗ് ആണ് ചോദിക്കുന്നത്. നോക്കുക, 4 പോയിന്റ് ഉപയോഗിച്ച് നമുക്ക് ഇത് പഠിക്കാൻ പറ്റും. ഓക്കെ, അതായത് ഓവർലോഡിങ് സംഭവിക്കുമ്പോഴും ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുമ്പോഴും സർക്യൂട്ടിൽ എക്സസ് ആയിട്ട് എന്താ ഉണ്ടാവുക? കറന്റ് ആണ് ഉണ്ടാവുക. അപ്പൊ നോക്കി, ഫസ്റ്റ് പോയിന്റ് ഏതാണ്? when the current that flows in the circuit increases. സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറന്റ് കൂടുമ്പോൾ അല്ലെ, when the current that flows in the circuit increases. സർക്യൂട്ടിലൂടെയുള്ള കറന്റ് കൂടുമ്പോൾ. രണ്ടാമത്തെ പോയിന്റ് എന്താ? the heat generated become excessive. നമുക്കറിയാം ഒരു സർക്യൂട്ടിലെ കറന്റ് കൂടുമ്പോൾ അതിനനുസരിച്ച് എന്ത് കൂടും? ഹീറ്റ് എനർജി കൂടും എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലെ. H directly proportional to I square RT എന്നല്ലേ പഠിച്ചിരിക്കുന്നത്. അപ്പോ നമുക്കറിയാം ഇവിടെ
കറന്റ് കൂടുമ്പോ അതിനനുസരിച്ച് എന്ത് കൂടും? ഹീറ്റ് എനർജി കൂടും. അപ്പൊ മൊത്തം സർക്യൂട്ടിലെ ഹീറ്റ് എനർജി കൂടാണ് ചെയ്യുന്നത്. അപ്പോ നമുക്കറിയാം ഹീറ്റ് എനർജി കൂടുമ്പോ ആ ഹീറ്റ് എനർജി ആർക്ക് താങ്ങാൻ പറ്റില്ല? നമ്മുടെ മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവായിട്ടുള്ള ആളാണ് ആര്? നമ്മുടെ സേഫ്റ്റി ഫ്യൂസിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫ്യൂസ് വെയർ. ബിക്കോസ് ഓഫ് ഇറ്റ്സ് ലോ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദ ഫ്യൂസ് വെയർ, ഫ്യൂസ് വെയറിന് എന്ത് കുറവാണ്? മെൽറ്റിംഗ് പോയിന്റ് ഭയങ്കര കുറവാണ്. അപ്പോ മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവായിട്ടുള്ള ഫ്യൂസ് വെയറിന് എന്ത് താങ്ങാൻ പറ്റില്ല? ഈ ഹീറ്റ് എനർജി താങ്ങാൻ പറ്റില്ല. അപ്പൊ ഹീറ്റ് എനർജി, അപ്പൊ ഫ്യൂസ് വെയർ എന്താ സംഭവിക്കുക? ഇറ്റ് മെൽറ്റ്സ് ആൻഡ് ബ്രേക്ക് ദ സർക്യൂട്ട്. അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും? അപ്പൊ ഹീറ്റ് എനർജി കൂടുമ്പോ ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിട്ടുള്ള ഫ്യൂസ് വെയർ മെൽറ്റ് ആയിട്ട് അവിടെ വെച്ച് സർക്യൂട്ട് എന്ത് ചെയ്യാണ്? ബ്രേക്ക് ആവാണ്. അതായത് ഓട്ടോമാറ്റിക്കലി കറണ്ട് അവിടെ വെച്ച് എന്ത് ചെയ്യാണ്? ബ്രേക്ക് ആവാണ്. ഇങ്ങനെയാണ് നമ്മുടെ വീട്ടില് എന്ത് ചെയ്യുന്നത്? നമ്മുടെ സേഫ്റ്റി ഫ്യൂസ് നമ്മുടെ വീട്ടിലെ ഡിവൈസുകളെയും നമ്മളെയും പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇതാണ് സേഫ്റ്റി ഫ്യൂസിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ 13ാമത്തെ ചോദ്യം ഒരു സിമ്പിൾ ആയിട്ടുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, write the electrical devices which converts electrical energy to mechanical energy. ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഡിവൈസുകൾ ഏതൊക്കെയാണെന്നാണ്. ഒരുപാട് ഡിവൈസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇപ്പൊ നമ്മുടെ വീട്ടിലെ ഫോർ എക്സാമ്പിൾ നമ്മുടെ വീട്ടിലെ ഫാൻ എടുക്കാം. ഫാനിന് എന്ത് എനർജി ചേഞ്ച്? ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ടാ മാറുക? ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ടാ മാറുക. അപ്പൊ അതേപോലെ തന്നെ മിക്സി എടുക്കാം. മിക്സിയിൽ എന്ത് എനർജി ചേഞ്ച്? ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ടാ മാറുന്നത്. അപ്പൊ ഡിവൈസുകൾ ഏതൊക്കെയാണ്? ഒന്ന് ഇലക്ട്രിക് ഫാൻ എന്ന് എഴുതാം. ഒന്നാമത്തെ ഡിവൈസ് ഇലക്ട്രിക് ഫാൻ, അതേപോലെ തന്നെ മിക്സി. രണ്ട് ഡിവൈസുകളാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ രണ്ടാമത്തെ ഡിവൈസ് മിക്സി. ഇതിൽ രണ്ടിലും എന്ത് എനർജി ചേഞ്ചാ? ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ടാ മാറുന്നത്? മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് മാറുന്നത്. ഇലക്ട്രിക്കൽ എനർജി കംപ്ലീറ്റ് ആയിട്ട് മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് മാറുന്നത്. ഓക്കെ, അടുത്ത നോക്കാം. 14ാമത്തെ ചോദ്യം. ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സീരീസ് കണക്ഷന്റെയും പാരലൽ കണക്ഷന്റെയും കുറച്ചധികം പോയിന്റുകൾ തന്നിട്ട് ആ രണ്ട് കണക്ഷൻസിനെ തമ്മിൽ എന്ത് ചെയ്യാനാണ്? ക്ലാസിഫൈ ചെയ്യാനാണ് ചോദിക്കുന്നത്. പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ക്വസ്റ്റ്യൻ നോക്കിയേ. ക്ലാസിഫൈ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ സീരീസ് കണക്ഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ആൻഡ് പാരലൽ കണക്ഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. അതായത് സീരീസ് കണക്ഷന്റെ ഫീച്ചേഴ്സും പാരലൽ കണക്ഷന്റെ ഫീച്ചേഴ്സും വേർതിരിച്ചെഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് നോക്കിയേ. എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസസ്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുതലാണ്. അത് ഏത് സർക്യൂട്ട് ആയിരിക്കും? ഏത് കണക്ഷൻ ആയിരിക്കും? എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുന്നത് എന്തായിരിക്കും? സീരീസ് കണക്ഷൻ. എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുന്നത് എന്തായിരിക്കും? ഇവിടെ സീരീസ് കണക്ഷൻ ആയിരിക്കും. രണ്ടാമത്തെ നോക്കിയേ. when the number of resistors increases, current in the circuit also increases. അതായത് എന്താ? നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് കൂടുമ്പോ, അതായത് പ്രതിരോധങ്ങളുടെ എണ്ണം കൂടുമ്പോ കറന്റും കൂടുന്നു. അതെന്ത് കണക്ഷൻ ആയിരിക്കും? അത് പാരലൽ കണക്ഷൻ ആയിരിക്കും. അപ്പൊ ഇത് എന്ത് കണക്ഷൻ ആണ്? രണ്ടാമത്തേത് പാരലൽ കണക്ഷനാ. മൂന്നാമത്തെ നോക്കുക. among the resistors, resistor with low resistance get heated more. അതായത് റെസിസ്റ്റേഴ്സിൽ വെച്ചിട്ട് ഏറ്റവും കുറവ് റെസിസ്റ്റൻസ് ഉള്ള റെസിസ്റ്ററിനായിരിക്കും ഹീറ്റ് എനർജി കൂടുതൽ ഉണ്ടാവുക. അപ്പൊ അതും എന്ത് കണക്ഷനാ? നമ്മൾ പഠിച്ചു പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ റെസിസ്റ്റൻസ് കുറവായിരിക്കും. റെസിസ്റ്റൻസ് കുറവുള്ളിടത്തായിരിക്കും ഹീറ്റ് എനർജി കൂടുതൽ ഉണ്ടാവുക. അപ്പൊ ഇതും എന്തിന്റെ പോയിന്റാ? കേട്ടോ, പാരലൽ കണക്ഷന്റെ പോയിന്റ് ആണ്. മൂന്നാമത്തതും പാരലൽ കണക്ഷന്റെ പോയിന്റാ. നാലാമത്തെ പോയിന്റ് നോക്കി. അപ്ലൈഡ് വോൾട്ടേജ് വിൽ ബി സ്പ്ലിറ്റ് എമംഗ് ദ റെസിസ്റ്റേഴ്സ്. നമ്മൾ കൊടുക്കുന്ന മൊത്തം വോൾട്ടേജ് എല്ലാ റെസിസ്റ്റേഴ്സിനുമായിട്ട് സ്പ്ലിറ്റ് ആയിട്ട് പോകും. അതായത് വോൾട്ടേജ് ഡിഫറെന്റ് ആവുന്നത് ഏത് കണക്ഷനാന്നാ പഠിച്ചിരിക്കുന്നത്? വോൾട്ടേജ് ഡിഫറെന്റ് ആവുന്നത് ഏത് കണക്ഷനാന്നാ പഠിച്ചിരിക്കുന്നത്? അത് സീരീസ് കണക്ഷനാ. സീരീസ് കണക്ഷൻ. അഞ്ചാമത്തെ പോയിന്റ്. കറന്റ് വിൽ ബി സ്പ്ലിറ്റ് അപ്പ് എമംഗ് ദ റെസിസ്റ്റേഴ്സ്. കറന്റ് സ്പ്ലിറ്റ് ആയിട്ട് പോകും. കറന്റ് ഡിഫറെന്റ് ആവുന്നത് ഏത് കണക്ഷനാണ് പഠിച്ചിരിക്കുന്നത്? കറന്റ് ഡിഫറെന്റ് ആവുന്നത് ഏത് കണക്ഷനാണ് പഠിച്ചിരിക്കുന്നത്? അത് പാരലൽ കണക്ഷനാ. കറന്റ് ഡിഫറെന്റ് ആവുന്നത് പാരലൽ കണക്ഷനാ. ഏറ്റവും അവസാനത്തെ പോയിന്റ് നോക്കി. Each resistors cannot be controlled using separate switches. റെസിസ്റ്റേഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രത്യേക സ്വിച്ചുകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ സാധിക്കില്ല. അതും എന്ത് കണക്ഷനാ? സീരീസ് കണക്ഷൻ. അത് സീരീസ് കണക്ഷനാ. അപ്പം 3 പോയിന്റുകൾ വീതമാണ് അല്ലെ. എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസസ്,
അത് സീരീസ് കണക്ഷൻ. അപ്ലൈഡ് വോൾട്ടേജ് സ്പ്ലിറ്റ് among the resistors. നമ്മൾ കൊടുക്കുന്ന മൊത്തം വോൾട്ടേജ് സ്പ്ലിറ്റ് ആയി പോകുന്നത് അല്ലെ, വോൾട്ടേജ് ഡിഫറൻറ്റ് ഏതാ, സീരീസ് ആണ് അല്ലെ. സീരീസിൽ എന്ത് സെയിം ആയിരിക്കും, കറണ്ട് സെയിം ആയിരിക്കും. അതേപോലെ റെസിസ്റ്റേഴ്സ് cannot be controlled using separate switches. ഓരോ റെസിസ്റ്റേഴ്സിനെയും പ്രത്യേകം കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് അത് സീരീസ് ആണ്. ഇനി അപ്പൊ പാരലൽ കണക്ഷൻ നോക്കി, when the number of resistors increases current also increases. റെസിസ്റ്റേഴ്സിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കറന്റ് കൂടുന്നു അല്ലെ. among the resistors, the resistor having with the low resistance get heated more. ഉള്ള റെസിസ്റ്റേഴ്സിൽ ഏതിനാണോ റെസിസ്റ്റൻസ് കുറവ് അവിടെയായിരിക്കും ഹീറ്റ് എനർജി കൂടുതലായിട്ട് ഉണ്ടാവുക. മൂന്നാമത്തെ നോക്കി, മൂന്നാമത്തെ കറന്റ് വിൽ സ്പ്ലിറ്റ് among the resistors. നമ്മൾ കൊടുക്കുന്ന കറണ്ട് സ്പ്ലിറ്റ് ആയിട്ട് പോകുന്നത്, കറന്റ് ഡിഫറെന്റ് ആയിട്ടിരിക്കുന്നത് എവിടെയാ, പാരലൽ കണക്ഷൻ. പാരലൽ കണക്ഷനിൽ കറന്റ് ഡിഫറെന്റ്, വോൾട്ടേജ് സെയിമും ആണ്. ഓക്കെ, അപ്പോ ഇത്രയും ഫീച്ചേഴ്സ് അല്ല ശരിക്കും പറഞ്ഞ സീരീസിന്റെയും പാരലലിന്റെയും ഇനിയും ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഫീച്ചേഴ്സ് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കി തന്നെ പഠിച്ചോ, കാരണം ഫസ്റ്റ് ടൈം എക്സാമിന് ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. അപ്പൊ നമ്മുടെ 16ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 16th ക്വസ്റ്റ്യൻ നോക്കുക. എ 230 വോൾട്ട് 115 വാട്ട് ഫിലമെന്റ് ലാമ്പ് വർക്ക്സ് ഫോർ 10 മിനിറ്റ്സ്. അതായത് 230 വോൾട്ട് അതേപോലെ തന്നെ 115 വാട്ട് അങ്ങനെയുള്ള ഒരു ഫിലമെന്റ് ലാമ്പ് 10 മിനിറ്റ് സമയത്തേക്കാണ് വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ദാറ്റ് ബൾബ്. ഈ ഒരു ഫിലമെന്റ് ലാമ്പിലൂടെ ഒഴുകുന്ന കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതാണ് എ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന വാല്യൂസ് എടുത്ത് എഴുതാം. നോക്കി, അപ്പൊ എ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന വാല്യൂസ്, വോൾട്ടേജ് തന്നിട്ടുണ്ട് 230 വോൾട്ട് ആണ് അല്ലെ. അതേപോലെ തന്നെ പവർ തന്നിട്ടുണ്ട്, പവർ P is equal to 115 വാട്ടാണ്. 115 വാട്ട്, ഇത് രണ്ടുമാണ് തന്നിരിക്കുന്നത്. എന്നിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ, കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഐ അല്ലേ കണ്ടുപിടിക്കണ്ടേ അല്ലെ, കറണ്ട് അല്ലേ കണ്ടുപിടിക്കണ്ടേ. അപ്പോ ഇവിടത്തെ കറണ്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജും പവറും തന്നിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ഇവിടത്തെ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മക്കളെ, ആംപിയറേജ് ആയിരിക്കും. ഇവിടത്തെ കറണ്ട് എന്ന് പറഞ്ഞാല് ആംപിയറേജ് ആയിരിക്കും. നമുക്കറിയാം I is equal to എന്താ, P by V എന്നാണ്. I is equal to P by V, അല്ലെങ്കിൽ ആംപിയറേജ് is equal to wattage by voltage. ആംപിയറേജ് is equal to wattage by voltage. ഇവിടുത്തെ വാട്ടേജ് എന്ന് പറഞ്ഞാൽ പവർ അല്ലേ, പവർ എത്രയാണ് നിൽക്കുന്നത്, 115 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ വോൾട്ടേജ് എത്രയാ, വോൾട്ടേജ് 230 ആണ്. 230. ഈ 115ഉം 230 തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, എന്തെങ്കിലും ബന്ധമുണ്ടോ? 230ന്റെ പകുതിയാണ് എന്തെന്ന് പറയുന്നത് 115. 230ന്റെ പകുതിയാണ് 115. അപ്പൊ നമുക്കിത് കട്ട് ചെയ്ത് കളയാം. നോക്ക, അതായത് 230ല് 115 എത്ര തവണയാ പോവാ, 2 തവണയാ പോവാ. അതേപോലെ തന്നെ 115ല് 115 എത്ര തവണയാ പോവാ, 1 തവണയാ പോവാ. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, കറണ്ട് I is equal to 1/2. കറണ്ട് I is equal to എന്താ, 1/2 എന്നായിരിക്കും കിട്ടുക. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എങ്ങനെ എഴുതാൻ പറ്റും, 1/2 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 0.5 ആംപിയർ എന്ന് എഴുതാം. ഇവിടുത്തെ കറണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തു, എത്ര കിട്ടി, 0.5 ആംപിയർ എന്നാണ് കിട്ടിയത്. ഇവിടുത്തെ കറണ്ട് നമുക്ക് കിട്ടിയത് 0.5 ആംപിയർ എന്നാണ് കിട്ടിയത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ഹൗ മച്ച് വിൽ ബി ദ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ദാറ്റ് ഫ്ലോസ് ത്രൂ ദ ബൾബ് ഇൻ 10 മിനിറ്റ്സ്. 10 മിനിറ്റ് സമയത്തേക്ക് ഈ ഒരു ബൾബിലൂടെ 10 മിനിറ്റ് സമയത്തേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ എത്രയായിരിക്കും അവിടുത്തെ ചാർജ്, ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ് എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന ടൈം തന്നിട്ടുണ്ട് അല്ലെ. ടൈമിനെ 10 മിനിറ്റ് എന്നല്ലേ തന്നിരിക്കുന്നത്. നമ്മള് ഫിസിക്സിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ടൈമിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവണം, 10 മിനിറ്റ് എന്നുള്ളത് നമുക്ക് എന്തിലേക്ക് മാറ്റണം, സെക്കൻഡ്സിലേക്ക് മാറ്റണം. 10 ഇൻറ്റു എന്ത് ചെയ്താൽ മതി, 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് അല്ലേ. 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, അപ്പൊ 10 ഇൻറ്റു 60 എത്ര കിട്ടുക, നമുക്ക് 600 സെക്കൻഡ് എന്ന് കിട്ടും. 10 ഇൻറ്റു 60 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക, 600 സെക്കൻഡ് എന്നാണ് കിട്ടുക. അപ്പോൾ ടൈം ഇവിടെ 600 സെക്കൻഡ് ആണ്. ഓക്കെ, ദെൻ നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ എന്താ, I is equal to എന്താ പഠിച്ചിരിക്കുന്നത്, I is equal to Q by T, അതായത് കറണ്ട് is equal to ചാർജ് ബൈ ടൈം എന്നാണ് അല്ലെ. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം, ചാർജ് Q is equal to അല്ലെ, നമ്മളൊരു ഇക്വേഷൻ അറിയാം അല്ലെ. ഈ T എന്താ ഇവിടെ ഡിവിഷൻ അല്ലേ, ഈ ആൾ ഇപ്പുറത്തേക്ക് വരുമ്പോ ഈ T ഇപ്പുറത്തേക്ക് വരുമ്പോ എന്താ സംഭവിക്കുക,
ഇവിടെ ഡിവിഷൻ ആണ്, ഇപ്പുറത്തേക്ക് വരുമ്പോ എന്താവും ഇൻറ്റു ആവും. ദെൻ ക്യൂ ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും, ഐ ഇൻറ്റു ടി എന്ന് കിട്ടും. ക്യൂ ഇസ് ഈക്വൽ ടു എന്താ കിട്ടുക, ഐ ഇൻറ്റു ടി. ഇവിടെ ഐ എത്രയാ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ, ഐ എത്ര കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത് 0.5 എന്നാണ്, 0.5 ഇൻറ്റു ടൈം എത്രയാ 600, 0.5 ഇൻറ്റു 600, 0.5 ഇൻറ്റു 600. എടാ 0.5 കൊണ്ട് ഏതൊരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താലും അതിന്റെ പകുതി ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ 0.5 ഇൻറ്റു 10 ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക, 5 ആണ് കിട്ടുക. 0.5 ഇൻറ്റു 100 ചെയ്താൽ എത്ര കിട്ടുക, 50 ആണ് കിട്ടുക, പകുതിയാണ് കിട്ടുക. അപ്പൊ 0.5 ഇൻറ്റു 600 ചെയ്താൽ 600ന്റെ പകുതി എത്രയാ, 600ന്റെ പകുതി എത്രയാ മക്കളെ, 300 ആണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ 300 കൂളോം എന്നാണ്, 300 കൂളോം എന്നാണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 17ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 17ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, റെസിസ്റ്റൻസ് ഓഫ് 230 വോൾട്ട് ഹീറ്റിംഗ് ഡിവൈസ് ഈസ് 460 ohm. കാൽക്കുലേറ്റ് ദ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ ഇറ്റ് ഇൻ 10 minutes. അതായത് ഒരു ഡിവൈസിന്റെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 460 ഓം ആണ്, അത് കണക്ട് ചെയ്തിരിക്കുന്നത് 230 വോൾട്ട് സപ്ലൈയുമായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ 10 മിനിറ്റ് സമയത്തേക്ക് ആ ഡിവൈസിൽ ഉണ്ടാവുന്ന ഹീറ്റ് എനർജി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്കുക, നമുക്ക് റെസിസ്റ്റൻസ് തന്നിരിക്കുന്നത്, റെസിസ്റ്റൻസ് R is equal to എത്രയാ, 460 ഓം എന്നാണ് തന്നിരിക്കുന്നത്. റെസിസ്റ്റൻസ് R is equal to 460 ഓം ആണ് തന്നിരിക്കുന്നത്. ദെൻ അല്ലെ വോൾട്ടേജ് തന്നിരിക്കുന്നത് 230 വോൾട്ട് എന്നാ, വോൾട്ടേജ് തന്നിരിക്കുന്നത് 230 വോൾട്ട് എന്നാ തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ എന്താ, ടൈം തന്നിട്ടുണ്ട് അല്ലെ, ഇവിടെ തന്നിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് എത്രയാ, ടൈം തന്നിരിക്കുന്നത് 10 മിനിറ്റ് ആണ്. നമ്മൾ അതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യും, 10 മിനിറ്റിനെ എങ്ങനെയാ സെക്കൻഡ്സിലേക്ക് മാറ്റുക, 10 ഇൻറ്റു 60 ചെയ്യും. 10 ഇൻറ്റു 60 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടൈം 600 സെക്കൻഡ് ആണ്. ഇവിടുത്തെ ടൈം എന്ന് പറഞ്ഞത് 600 സെക്കൻഡ് എന്ന് കിട്ടി. അപ്പൊ ഇവിടെ ഹീറ്റ് എനർജി ആണ് കണ്ടുപിടിക്കേണ്ടത്, എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എച്ച് കണ്ടുപിടിക്കാൻ ഏത് ഇക്വേഷൻ നമ്മൾ ചൂസ് ചെയ്യാ അല്ലെ, R തന്നിട്ടുണ്ട്, V തന്നിട്ടുണ്ട്, T തന്നിട്ടുണ്ട് അല്ലെ, VRT ഈ 3 വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ഇക്വേഷൻ തന്നെ ചൂസ് ചെയ്യാം. മൂന്നാമത്തെ ഇക്വേഷൻ H is equal to എന്താ, V square by R into T. H is equal to എന്താ, V square by R into T എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ V സ്ക്വയർ എന്ന് പറഞ്ഞാൽ V എന്ന് പറഞ്ഞാൽ എത്രയാ, 230 അല്ലേ. അപ്പൊ V സ്ക്വയർ എന്ന് പറഞ്ഞാലോ 230ന്റെ സ്ക്വയർ. V സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, 230ന്റെ സ്ക്വയർ. അത് കുറച്ചുകൂടി എളുപ്പത്തിന് 230 ഇൻറ്റു 230 എഴുതിയ വല്ല കുഴപ്പമുണ്ടോ, ഇല്ല. അപ്പൊ നോക്കിയേ, 230 ഇൻറ്റു 230 V സ്ക്വയറിന് പകരം ഞാൻ എന്ത് എഴുതാൻ പോവാ, 230 ഡിവൈഡഡ് ബൈ 230 ഡിവൈഡഡ് ബൈ 230 ഇൻറ്റു 230 ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എത്ര, ഇവിടുത്തെ R എത്രയാ, 460 ആണ് അല്ലെ, 460 ഇൻറ്റു ടൈം നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എത്രയാ, 600. ടൈം ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 600 സെക്കൻഡ്. ഇതാണ് കാൽക്കുലേഷനിൽ വരിക. അപ്പൊ ഇത് ഇത്രേ ഉള്ളൂ. ഇതിനെ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യാം, ആദ്യം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നോക്കാം. ഇവിടെ ഒരു 0 ഉണ്ട്, കട്ട് ചെയ്ത് കളയാം. ഈ ഒരു 0യും ഈ ഒരു 0യും എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് കളയാം. ഇനി 23യും 46ഉം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, 23ഉം 46ഉം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കി. നമുക്കറിയാം 23ന്റെ ഇരട്ടിയാണെന്ന് പറയുന്നത് 46 എന്ന് പറയുന്നത്, 23ന്റെ ഇരട്ടിയാണ് 46 എന്ന് പറയുന്നത്. അപ്പോ അല്ലെങ്കിൽ 46ന്റെ പകുതിയാണ് 23, അങ്ങനെയും പറയാം. അപ്പൊ നോക്കാം, ഈ 46-ല് അതായത് 46-ല് 23 എത്ര തവണയാ പോവാ, 23 എത്ര തവണയാ പോവാ, ഇവിടെ 2 തവണയാണ്. അതായത് 46-ല് 23 എത്ര തവണയാ പോവാ, 2 തവണ. ഇനി 23-ല് 23 എത്ര പ്രാവശ്യം പോവാ, 1 തവണ. 23-ല് 23 എത്ര പ്രാവശ്യം പോവാ, 1 തവണയാണ് പോവാ. അപ്പൊ നമുക്ക് ലാസ്റ്റ് എങ്ങനെയാ വരിക, 230 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 600. എന്താ വരിക, 230 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 600. ഇതായിരിക്കും വരിക. ഓക്കെ,
ഇനി നോക്കുക 230/2 ഇൻറ്റു 600 ഇതാണ്. ഇത് ഒന്നുകൂടി ചെറുതാക്കാം നമുക്ക്. 230/2 എന്ന് വെച്ചാൽ എന്താ? 230ന്റെ പകുതിയല്ലേ 230/2. 230/2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടാന്ന് അറിയൂ? 115 എന്നാ കിട്ടുക. എന്താ കിട്ടുക? 115. അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസറിലേക്ക് എത്താൻ പോവാണ്. 115 ഇൻറ്റു 600. 15 ഇൻറ്റു 6 ചെയ്യാം. 115 ഇൻറ്റു 6 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 690 എന്നാണ്. 690 എന്നാണ്. ബാക്കി 2 സീറോസ് ഇവിടെ ബാക്കിയില്ലേ? ആ 2 സീറോസ് കൂടി താഴേക്ക് എടുത്ത് എഴുതാം. നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ നോക്കി 69,000 ജൂൾ, 69,000 ജൂൾ എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. അതായത് 10 മിനിറ്റ് സമയത്തേക്ക് ഈ ഒരു ഡിവൈസിൽ അല്ലെങ്കിൽ ഈ ഒരു സർക്യൂട്ടിൽ ഉണ്ടാവുന്ന ഹീറ്റ് എനർജി എന്ന് പറയുന്നത് 69,000 ജൂൾ ആണ്. അപ്പൊ നമ്മളിപ്പോ ടോട്ടൽ ഏകദേശം ഒരു 16-17 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസ് അടിപൊളിയായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ടേം എക്സാമിനേഷൻ ആയാലും അതേപോലെ തന്നെ നമ്മുടെ ഫൈനൽ എക്സാം SSLC മെയിൻ എക്സാമിനേഷനും ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ വെയിറ്റേജ് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈനൽ എക്സാമിന് ഈ ഒരു ചാപ്റ്ററിന്റെ വെയിറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബൌട്ട് 7 to 8, 7 മാർക്ക് മുതൽ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരെ എവിടെ നിന്ന് വരാറുണ്ട്? ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുണ്ട്. അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ നന്നായിട്ട് എല്ലാവരും പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.